ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അതിമനോഹരമായ ഒരു മോർണിംഗ് സമ്മാനിച്ച പ്രകൃതി ശക്തിക്ക് മുന്നിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ 6 AM ക്ലബ്ബ് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. ഇന്ന് ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും വളരെയധികം സ്നേഹത്തോടെ ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് ശോഭ, പേരാമ്പ്രയാണ് വീട്. നമുക്കറിയാം, നമ്മള് നല്ല ചിന്തകൾ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് വിജയങ്ങൾ ഉണ്ടാകാൻ സാധിക്കുള്ളൂ. ഞാൻ പറഞ്ഞ സമയം പോക്കുന്നില്ല. നമുക്കിന്ന് നല്ലൊരു സെക്ഷൻ ഉള്ളതാണ്. നമ്മളെ ഇന്നിവിടെ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് മറ്റാരുമല്ല, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട രമേശ് സാറാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ പയ്യന്നൂരിൽ കുറുമാത്തൂർ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ്. കൂടാതെ ന്യൂറോ സയൻസിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ ഫോണൊന്ന് സൗണ്ട് ഉണ്ടാക്കാതെ സശ്രദ്ധം ഈ ഒരു ക്ലാസ് ശ്രദ്ധിക്കുക. കൂടാതെ ഒരു പെന്നും ബുക്കും എടുത്ത് നോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ്സിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അതുകൊണ്ട് കൂടാതെ നിങ്ങളുടെ ടീമിൽ നിന്ന് ആരെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ അവരൊന്ന് ജസ്റ്റ് വിളിച്ച് ജോയിൻ ചെയ്യിക്കുകയാണെങ്കിൽ അവർക്കും കൂടി അതിന്റെ ഗുണം കിട്ടും. അത്രയും നല്ലൊരു ക്ലാസ് ആയിരിക്കും ഇത്. കാരണം ഞങ്ങൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് സാറാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ബഹുമാനത്തോടെ ആദരവോടെ ഞാൻ ഞങ്ങളുടെ രമേശൻ സാറിനെ വെൽക്കം ചെയ്യാണ്. വെൽക്കം രമേശൻ സാർ. താങ്ക് യു പ്രിയപ്പെട്ട ശോഭ. അതോടൊപ്പം ഈ ബയോട്ടോറിയത്തിന്റെ അതിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന മനോജ് സാറിനെ പോലെയുള്ള ലീഡേഴ്സ്, വിനീഷ്, അഭിലാഷ്, എനിക്കറിയുന്ന കുറച്ചാളുടെ പേര്, ശ്രീകുമാർ സാർ, അതുപോലെ കണ്ടിട്ടുള്ള കുറെ ആൾക്കാർ, എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ മേഖലയിൽ ഇന്ന് സംസാരിക്കാൻ. വളരെ യാദൃശ്യമായിട്ട് ഇന്നലെ അഭിലാഷ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കാൻ കാരണം, നമ്മുടെ ഒരു ജീവിതത്തിലെ വലിയ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ആൾക്കാർ എല്ലാ ദിവസവും 6 മണി മുതൽ ഈ ഇത്തരത്തിൽ പഠിക്കാൻ തയ്യാറായി വരുന്നു എന്ന് പറയുന്നത് വളരെ വലിയ മനോഹരമായ കാര്യമാണ്. ലോകത്ത് ഇന്ന് പഠനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രൊഡക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ലീഡർഷിപ്പിനെ കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ വരുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. കാരണം പഠിക്കുക എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലീഡർഷിപ്പിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ 266 ദിവസമായിട്ട് രാവിലെ 5 മണി മുതൽ 6 മണി വരെ ഒരു സെഷൻ ചെയ്യുന്ന ഒരാളും അതേപോലെ തന്നെ അതിൽ അയാൾക്ക് ഒട്ടനവധി ആൾക്കാർ ഇതിലിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ. ഇന്ന് എന്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ട് സെല്ലിംഗിലെ ലീഡർഷിപ്പിനെ കുറിച്ചിട്ടാണ്. ലീഡർഷിപ്പിനെ കുറിച്ച് ഒട്ടനവധി ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് വളരെ ഡിഫറെന്റ് ആണ് ഡയറക്ട് സെല്ലിംഗിലെ ലീഡർഷിപ്പുമായിട്ട്. വളരെ ആധികാരികമായിട്ട് പുസ്തകങ്ങൾ ഇതിനു വേണ്ടി എഴുതിയിട്ടുണ്ട്. നമ്മളൊരു ചെറുതായി കാണാതിരിക്കുക എന്നുള്ളതാണ്. ഈ പ്രസ്ഥാനത്തെ ഒന്നും ചെറുതായി കാണാതിരിക്കുക. അതായത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിൽ വളരെ പൈനറായിട്ട് എനിക്ക് തോന്നുന്നു വളരെ ഒരു 3-4 വർഷങ്ങൾ കൊണ്ട് ഒരുപാട് ആൾക്കാരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന, വലിയ വരുമാനമൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന, വലിയ ആശയങ്ങളുള്ള വളരെ മഹാനായ എന്ന് നമുക്ക് പറയാൻ പറ്റാവുന്ന സാഗർ ജോഷി സാറിന്റെ ഒരുപാട് കാഴ്ചപ്പാടുകളിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ ഇന്ത്യ വിൽ ഗ്രോ. ഏറ്റവും വലിയ സന്തോഷം ഇന്ത്യയാണ്. ഞാൻ കേരളം മാത്രമല്ല പറഞ്ഞത്. കാരണം ബോംബെയിൽ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന്റെ കൂടെ സമയം ചെലവഴിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ സാധിച്ചു എന്നത് എന്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് അവസരം ഒരുക്കി തന്ന മനോജ് സാർ ആൻഡ് എൻറ്റയർ ടീമായി മിനീഷൊക്കെ വളരെയധികം നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു. കാരണം നമ്മളൊരു വലിയ കാഴ്ചപ്പാടുള്ള മനുഷ്യരോട് സംസാരിക്കുക എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഒട്ടനവധി ആൾക്കാരോട് എനിക്ക് അങ്ങനെ സംസാരിക്കാൻ ഇടയായിട്ടുണ്ട്. ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമുക്കൊക്കെ ചില ക്വാളിറ്റീസ് ഉണ്ട്. അതൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. ആ ക്വാളിറ്റീസിനെ നമുക്കൊന്ന് പുറത്തെടുക്കുന്ന വിധത്തിൽ അവസരങ്ങൾ ഉണ്ടാവുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനോഹരമായ കാര്യം. എന്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരാൾ, അദ്ദേഹം നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ മോഹൻജി എന്ന് വിളിക്കും. അദ്ദേഹം പാലക്കാടുകാരനാണ്. പക്ഷെ ഇന്ന് ലോകത്തിലെ ഒരു ദിവസം 2 കോടി ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വലിയൊരു ഓർഗനൈസേഷന്റെ നയിക്കുന്ന ഒരു വലിയൊരു ലീഡറാണ്. ആരോട് സംസാരിക്കാത്ത ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് ആഘാതം സഹിക്കാതെ ഹിമാലയത്തിലെത്തുകയും അവിടുന്ന് പിന്നീട് കുറെ മെഡിറ്റേഷനൊക്കെ പഠിക്കുകയും ചെയ്ത് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന, എക്സാമ്പിൾ പറഞ്ഞാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന സുനൂക്ക് ഒക്കെ കാണാൻ കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു മലയാളിയാണ്. മോഹൻജി എന്നാണ്. ക്ലിക്ക് ചെയ്താൽ മനസ്സിലാവും. വളരെ ആധികാരിക പറയട്ടെ, അദ്ദേഹം നമ്മുടെ ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അത് പറയാനും
അതൊരു യാദൃശ്യമായ ഒരു സംഭവമാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ ലീഡറായി മാറിയത് ഒരു ദിവസം കൊണ്ടല്ല. അത് ആരോട് സംസാരിക്കുന്ന ആളല്ല, അത് ഒരു സിഇഒ, ഒരു കമ്പനീന്റെ സിഇഒ മാത്രമായിരുന്നു. ജീവിത ദുരന്തത്തിനിടയിൽ അദ്ദേഹം വീണ്ടും തിരിച്ച് ഒരു ജോലിക്ക് പോകുന്നു. അവിടെ വീടാൽ പട്ടിണി കിടക്കേണ്ടി വരുന്നു ദുബായിൽ. ആ സമയത്താണ് അദ്ദേഹം എന്നെ പോലെ പട്ടിണി കിടക്കുന്ന നൂറുകണക്കിന് ആൾക്കാരെ സഹായിച്ചൂടെ, അങ്ങനെ തന്റെ മകളുടെ പേരിൽ അമ്മു കെയർ എന്ന് പറഞ്ഞൊരു ഒരു ഒരു സംഘടന തുടങ്ങുന്നു. ഇന്ന് കൊറോണ സമയത്തും ഈ സിറിയൻ വാർ നടക്കുന്ന സമയത്തൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്ന 50 മുതൽ 60 രാജ്യങ്ങളിൽ വരെ ആശ്രമങ്ങളുള്ള ഒരു വലിയ മനുഷ്യനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, മോഹൻജി. എന്തുകൊണ്ടോ കഴിഞ്ഞ കൊറോണയ്ക്ക് അദ്ദേഹം എന്റെ സുഹൃത്താവുന്നു. ഞാൻ പറയുന്നത് ഒരു മാസ്റ്റർ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും അടുത്ത് ബന്ധം ഉണ്ടാക്കാൻ സാധിക്കുന്നു, എപ്പോഴും ബന്ധപ്പെടാൻ സാധിക്കുന്നു. ഇപ്പോൾ സ്ലൊവാനിയയിലുള്ളത്. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ഞാൻ മോഡലായിട്ട് എടുക്കുകയാണ് ഇന്ന്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റും ഒക്കെ നിങ്ങളൊന്ന് ചിത്രീകരിച്ച് നോക്കി, ഇല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും ഹൂഗീഷ്. ഒരു സാധാരണക്കാരൻ എങ്ങനെ ഒരു ലീഡർ ആവുന്നു എന്നത് ചിലപ്പോൾ ഒരു ദുരന്തത്തിൽ നിന്നാവാം. ഒരുപക്ഷെ ഇന്നത്തെ ഈ സെഷനിൽ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് ഒരു ലീഡർ ആവാം, അല്ലെങ്കിൽ ഒരു ലീഡറെ തിരിച്ചറിയാം. ലീഡർഷിപ്പിനെ കുറിച്ച് 100 കണക്കിന് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒട്ടനവധി ക്ലാസ്സുകളെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലെല്ലാം വളരെ വ്യത്യസ്തമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ മേഖലയിലെ ആൾക്കാരുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും വേൾഡിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 4 പേരുകൾ ഞാൻ പറയാം. ഒന്ന്, സുരേഖ ഭാർഗവ് എന്ന് പറയുന്ന ഒരു ലേഡി ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഡയറക്ട് സെല്ലറാണ്. കമ്പനിയുടെ പേര് ഞാൻ ഒന്നും ദയവേത് പറയുന്നില്ല. രണ്ടാമത്തത് സോണു ശർമ്മ എന്ന് പറയുന്ന, അവർ ഏറ്റവും രസം, അവർ 9 മില്യൺ വ്യൂവേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് അവർക്ക്. അതിലൂടെ തന്റെ ഇ കൊമേഴ്സ് ബിസിനസ് മേ ബി ഈ പറയുന്ന ഒരു കമ്പനി സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്ത്രീ അല്ല പുരുഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സോനു ശർമ്മ. ഒരു സാധാരണക്കാരിൽ നിന്ന് വളർന്നു വരുന്നതാണ് ഈ രണ്ടുപേരും. അവരെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനി ഡെക്സ്റ്റർ യാഗർ ആവട്ടെ, ഇന്ന് ജീവനോടെ ഇല്ലെങ്കിലും അമേരിക്കയിൽ ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഘട്ടത്തിൽ നിന്ന് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ലാംബെ എന്ന് പറയുന്ന കമ്പനിയിൽ വരികയും അമേരിക്കയിലെ 32ഓളം കോടീശ്വരന്മാരിൽ ഒരാളായി മാറുകയും ചെയ്ത് ജീവിതം ആസ്വദിച്ച് 84ാമത്തെ വയസ്സിൽ മരിച്ച ഡെക്സ്റ്റർ യാഗർ. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒക്കെ ഫാദർ എന്ന് പറയുന്ന, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഫാദർ എന്ന് പറയുന്ന കാൾ ഓഫ് റെൻബോഗ്. എനിക്ക് പറയുമ്പോൾ വാക്കുകളില്ല ആ മനുഷ്യനെ കുറിച്ച് പറയാൻ. കോൾഗേറ്റ് പാമോലിവ് എന്ന കമ്പനിയിലെ റെപ്രസെന്റേറ്റീവായി ചൈനയിൽ അതിന്റെ ബിസിനസ് എക്സ്പാൻഷൻ പോയൊരു മനുഷ്യൻ ചൈനയിലെ അതിരൂക്ഷമായ പട്ടിണിയിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ആദിവാസികളുടെ ആഹാര രീതിയെ കുറിച്ച് പഠിക്കുകയും ആ ആഹാര രീതിയിൽ നിന്ന് വളരെ ചെറിയ വേരുകളൊക്കെ കഴിച്ചിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയ ശേഷം തന്റെ കോൾഗേറ്റിലെ ജോലി അവസാനിപ്പിച്ച് അമേരിക്കയിൽ എത്തുകയും അവിടെ ന്യൂട്രലൈറ്റ് എന്നൊരു കമ്പനി സ്ഥാപിക്കുകയും ചെയ്യുന്നു. ആ ന്യൂട്രലൈറ്റ് എന്ന കമ്പനിയിൽ അദ്ദേഹം കുറെ പ്രോട്ടീനും വൈറ്റമിൻസിന്റെ ഒക്കെ ടാബ്ലറ്റ് ഉണ്ടാക്കിയിട്ട് ₹1 പോലും ഒരു ലക്ഷ്യം, ഒരു സാമ്പത്തിക നേട്ടമില്ലാതെ കുറച്ച് ആൾക്കാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് ഉപയോഗിക്കൂ, എന്നിട്ട് നല്ലതാണെങ്കിൽ അടുത്ത ആളോട് പറയൂ. അങ്ങനെ തുടങ്ങിയ ഒരു കമ്പനി 1934 ആണ് ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു കമ്പനി ഉണ്ടാവുന്നത്, ന്യൂട്രലൈറ്റ്. പിന്നീട് ലാംബെ വാങ്ങിച്ചു എന്നുള്ള വേറെ കാര്യം. ആ കമ്പനിയിൽ ഈ പറയുന്ന വൈറ്റമിൻ ഗുളികകൾ അങ്ങനെ വിറ്റുകൊണ്ടേയിരിക്കുമ്പോൾ അതിൽ ആൾക്കാരുടെ എണ്ണം കൂടുകയും ആ ബിസിനസ് വളരുകയും ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ബിസിനസ്സുകാരനല്ല, ഞാൻ ഈ പരിപാടി നിർത്തുന്നു. അപ്പോൾ ഇത് വിൽക്കാൻ വന്ന 2 ചെറുപ്പക്കാർ പറഞ്ഞു, ഞങ്ങളത് ഏറ്റെടുത്തോട്ടെ. അവരാണ് ലോക പ്രശസ്തമായ ആംവേ എന്ന കമ്പനി തുടങ്ങിയ 2 സുഹൃത്തുക്കൾ. ഞാൻ പറഞ്ഞ കമ്പനികളുടെ പേരിലേക്കല്ല ഞാൻ പോകുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, 50ഓളം കമ്പനികൾ ഇന്ത്യയിൽ വന്നപ്പോ അതിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് 13ാം സ്ഥാനത്ത്, എനിക്ക് 13 നമ്പർ എനിക്ക് വലിയ ഇഷ്ടമാണ്, ആ 13ാം സ്ഥാനത്ത് ഇന്ന് നിലനിൽക്കുന്ന ഈ ബയോട്ടോറിയം എന്ന കമ്പനി ഒരു ചെറിയ കമ്പനിയല്ല. ഒരു മനുഷ്യന്റെ ആദർശത്തിൽ നിന്ന്, ആശയത്തിൽ നിന്ന് ബയോമാഗ്നറ്റിസം എന്ന് പറയുന്ന ശാസ്ത്രീയതയെ തിരിച്ചറിയാത്തൊരു സമൂഹത്തിലേക്ക് അത് ശാസ്ത്രീയമാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവർക്ക് 100% റിസൾട്ട് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങുകയും പിന്നീട് അതിന് എക്സ്പാൻഷൻ പോലെ ന്യൂട്രീഷന്റെ ഒരു വലിയ രംഗത്ത് വെൽനസ് ഇൻഡസ്ട്രിയിൽ എൻട്രി ചെയ്ത മനുഷ്യൻ ഇന്ന് പുതിയ ഒരു മേഖലയിലേക്ക് റിവാർഡ് സിസ്റ്റത്തിലൂടെ കേരളത്തിനെ സ്വർഗമാക്കാൻ ശ്രമിക്കുന്ന വലിയ ആദർശധീരനായ, ആശയ സമ്പുഷ്ടനായ ഒരു മനുഷ്യൻ തുടങ്ങിയ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച്, അതിലെ അംഗങ്ങൾക്ക് ഡയറക്ട് സെല്ലിംഗ് എന്ന ലീഡർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷവും അതിനപ്പുറം ആനന്ദവും ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തോട് അല്പം സംവദിക്കാൻ സാധിച്ചു, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കുകയും അത് എങ്ങനെയെങ്കിലും കേരളത്തിലെ ജനങ്ങളിൽ എത്തിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ എന്നുകൂടി പറഞ്ഞോട്ടുണ്ട്. കാരണം ഞാൻ 30 വർഷമായിട്ട് അധ്യാപകനാണ്.
ഞാൻ ഒരുപാട് ആൾക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസ് കൊടുത്തു. എനിക്ക് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ മാറ്റാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലെ ഒരു ട്രെയിനിങ്ങിൽ നിന്നാണ് എന്നിൽ മാറ്റമുണ്ടാക്കിയ ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഇന്ന് ഒട്ടനവധി ആൾക്കാർ എന്റെ വീട്ടിലെ കുടുംബാംഗങ്ങളായി മാറിയത്. അങ്ങനെ മനോജ് സാറൊക്കെ നമ്മുടെ ഒരു വലിയ കുടുംബം പോലെ നമ്മുടെ കൂടെ എല്ലാവരും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ടോപ്പ് ലെവൽ ലീഡേഴ്സിനെ കുറിച്ച് മാത്രം പറയുന്നു. അവരുടെ വിശാലമായ കാഴ്ചപ്പാട് ഇനി ഒരു വലിയൊരു എക്സ്പാൻഷനിൽ നിൽക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെയും മിനിയാന്നൊക്കെ പത്രങ്ങളിൽ വന്ന വാർത്തകൾ, ജോലിക്ക് പോകുമ്പോഴേക്കാണ് 30,000 40,000 അയൽക്കാർക്ക് ജോലി പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ലോക പ്രശസ്തമായ ഒറാക്കിൾ പോലെ, ഇന്റൽ പോലത്തെ കമ്പനികളിൽ നിന്ന് ഒരു ദിവസം ആൾക്കാരെ പിരിച്ചുവിടുന്ന തക്ക വിധത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കൃത്രിമ ബുദ്ധി നമ്മളെ കടന്നു കയറി അറിയാതെ കിടന്നുറങ്ങുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ഇപ്പോഴും സുരക്ഷിതമാണ് കേരളത്തിലെ ജോലി എന്ന് പറഞ്ഞ് ഞാൻ അധ്യാപകനാണ്, എനിക്ക് ആജീവനാന്തം ശമ്പളവും പെൻഷനും കിട്ടുന്ന ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇതൊന്നും മനസ്സിലാക്കാത്ത അധ്യാപകരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പണി 10 കൊല്ലം കൊണ്ട് പോകും, അത്രയൊന്നും വേണ്ടി വരില്ല. കാരണം ഒരു കുട്ടിക്ക് പണ്ട് ഞങ്ങളുടെ അധ്യാപകർക്ക് ഒന്നും അറിയില്ല, പറഞ്ഞു കൊടുത്താലേ അറിയൂ. ഇന്ന് ഇന്റർനെറ്റിൽ എന്തിലൂടെയും ഇൻഫർമേഷൻ എടുക്കുന്ന ഒരു പുതുതലമുറയോട്, പ്രത്യേകിച്ച് ആൽഫ പാരന്റിങ് എന്ന് പറയുന്ന പുതിയ മേഖലയിൽ എത്തേണ്ട അറിവുണ്ടാവേണ്ട അധ്യാപകർ മുഖം തിരിഞ്ഞു നിൽക്കുകയും അവർ വിശ്വസിക്കുന്നത് എന്റെ ജോലി സ്ഥിരമെന്നുമാണ്. എന്നാൽ അത് സാധ്യമല്ല. അവിടെയൊക്കെ കടന്നു വരേണ്ട ഏറ്റവും വിദ്യാഭ്യാസ യോഗ്യതയില്ലാതെ, വലിയ അറിവൊന്നുമില്ലാതെ, ഒരു വിശ്വാസത്തിന്റെ പേരിൽ പ്രൊഡക്റ്റിലും ആ കമ്പനിയിലും ആ ലീഡറിലും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു തലമുറക്ക് കോടികൾ സമ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ബിസിനസ്സാണ് പ്രിയപ്പെട്ടവരെ ഡയറക്ട് സെല്ലിംഗ്. ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസിനെ ആ ചെറിയ അർത്ഥത്തിൽ കാണാതെ അതിന് വലിയ അർത്ഥത്തിൽ ഒരു തൊഴിൽ ദാതാക്കളായി മാറുന്ന വിധത്തിൽ ഓൺട്രപ്രണേഴ്സ് ആയിട്ടാണ് നിങ്ങൾ മാറേണ്ടത്. അങ്ങനെ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഡയറക്ട് സെല്ലിംഗ് എന്ന വാക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഈ ബിസിനസ് എങ്ങനെ തുടങ്ങി, ആര് തുടങ്ങി എന്നൊന്ന് ആമുഖമായി പറഞ്ഞു എന്ന് മാത്രം. ആ ലീഡേഴ്സിന് ഉണ്ടാവേണ്ട കഴിവുകൾ ഒന്നൊന്നായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ സ്വയം ചോദിക്കുക, എനിക്ക് ഇതുണ്ടോ എങ്കിൽ. ഈ ഇരിക്കുന്ന ഏതാണ്ട് 176 പേര് ഞാൻ ഇതിൽ കാണുന്നു. ഞാനും 175 പേരും ഈ ലോകം മാറ്റിമറിക്കുന്നവരായി മാറും എന്നതിൽ ഒരു സംശയമില്ല, ഉപയോഗിച്ചാൽ. അതുകൊണ്ടാണ് ഇന്നലെ ഈ വിഷയം തെരഞ്ഞെടുത്തപ്പോൾ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചുള്ള, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പല സെമിനാറുകളിൽ ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, ഇന്റർനാഷണൽ പല സ്ഥലത്തും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. 22,000 കോടി രൂപ, ഞാൻ ഇന്നലെ കാലിക്കറ്റിൽ ഒരു ഈ ബയോട്ടോറിയം മീറ്റിംഗിൽ പറഞ്ഞു, 22,000 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇന്ത്യ ഗവൺമെന്റില് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയോട് ലഭിച്ചത്, അല്ലെങ്കിൽ ബിസിനസ് ആണ്. കേവലം 1 കോടി എന്നത് പോലും പറഞ്ഞാൽ മനസ്സിലാത്തവരാണ് നമ്മൾ. അത് തിരിച്ചറിയണം. പ്രിയപ്പെട്ടവർ, 26 വർഷം എടുക്കും. 1 കോടി രൂപ നിങ്ങൾക്ക് ഓരോ രൂപയായി എണ്ണി തീർക്കണമെങ്കിൽ 3 മാസം എടുക്കും. അങ്ങനെ 22,000 കോടി രൂപ ഉണ്ടാക്കിയ ഒരു ബിസിനസ് ഇൻഡസ്ട്രിയിലാണ് നിങ്ങളുള്ളത്. ഒന്നാമത്തെ പോയിന്റ്. 2, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരുപാട് കൊമേഴ്സ് അധ്യാപകരോട് ചോദിച്ചു, എന്താണ് സർ ഗിഗ് എക്കണോമി? ഗിഗ് എക്കണോമി എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതായത് ജോലി ചെയ്താൽ പണം കിട്ടും. സ്വിഗ്ഗി, സൊമാറ്റോ, ലണ്ടനിലെ എല്ലാ വിദേശ രാജ്യങ്ങളിലും ഞാൻ 1 മണിക്കൂർ ചെരുപ്പ് തുന്നുന്നു, എനിക്ക് പൈസ കിട്ടുന്നു. അടുത്ത നിമിഷം ഞാൻ വയലിൻ വായിക്കുന്നു, എനിക്ക് പൈസ കിട്ടുന്നു. അടുത്ത നിമിഷം ഞാൻ ലോട്ടറി വെക്കുന്നു, അത് ആ നാട്ടിലതില്ല എങ്കിൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാ. അങ്ങനെ ഓരോ തൊഴിൽ ചെയ്തുകൊണ്ട് മണിക്കൂറുകൾക്ക് പണം വാങ്ങുന്ന, ശമ്പളം എന്ന ഒരു വലിയ കോൺസെപ്റ്റ് മാറി വരുന്ന ബിസിനസിനെയാണ് ഗിഗ് എക്കണോമി എന്ന് പറയുന്നത്. $142 ബില്യൺ കഴിഞ്ഞ വർഷം ഗിഗ് എക്കണോമിയിലൂടെ ലോകത്ത് ട്രാൻസാക്ഷനിലൂടെ നടന്നു. അതിൽ ഏറ്റവും മേജർ റോൾ നൽകിയത് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളാണ്. ഇനി ചില സ്റ്റാറ്റിസ്റ്റിക്സ് ഞങ്ങൾ പറയാം, കാരണം കണക്കിലൂടെയാണല്ലോ നമ്മൾ വളരുന്നത്. അതായത് ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നത് വലിയ കണക്കുകളാണ്. അതായത് ഈ ഇൻഡസ്ട്രി എങ്ങോട്ട് പോകുന്നു, അതിലൊരു കണക്ക് 2033 ആകുമ്പോഴേക്കും $400 ബില്യൺ, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി എടുത്തു, $400 ബില്യൺ എത്താൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ബില്യൺ എന്ന് കേട്ടാൽ നമുക്ക് 1 കോടിനെ മനസ്സിലാവില്ല, ഡോളറിനെ മനസ്സിലാവില്ല. പിന്നെ മറ്റൊന്ന്, ഇപ്പൊ 260 ബില്യൺ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഞാനിപ്പോ ലേറ്റസ്റ്റ് കണക്കെടുത്താണ്. അത് ഒരു നേട്ടം. രണ്ടാമത്തെ നേട്ടം, വളരെ മുമ്പേ എനിക്ക് വേദിയിൽ ഒന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്, അത് നാമുഖമായി പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത്, ഞാനൊരു അധ്യാപകനാണ്, ഞാൻ സ്കൂളിൽ പോകുന്നു, ഹെഡ് മാഷാണ്, കുറച്ച് മാഷന്മാരൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ടാവാം. പക്ഷേ ഞാൻ ഈ മാർച്ച് 30 റിട്ടയർ ചെയ്യും.
റിട്ടയർ ചെയ്ത പിന്നെ ഫുൾ ടൈം ട്രെയിനിങ്ങിൽ മാത്രമായിരിക്കും. അത് പ്രത്യേകിച്ചും ഈ കമ്പനിക്ക് തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ സമയത്ത്, ആ റിട്ടയർ ചെയ്തിരിക്കുന്ന സമയത്ത് എന്നെ ആരും പിന്നെ ഓർക്കാറില്ല. എന്നാൽ മനോജ് സാറിനെ ഇപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു. കാരണം ആ മനുഷ്യന്റെ കഷ്ടപ്പാടാണ് ഇത്ര വലിയൊരു പ്രസ്ഥാനം ഉണ്ടായത്. നിങ്ങളെ സ്പോൺസർ ചെയ്ത ലീഡർ വിനീഷ് ആയാലും അഭിലാഷ് ആയാലും ശ്രീകുമാർ സാറിലെ ഷാജി, ഞാൻ പേര് പറഞ്ഞില്ല, ഇവരൊക്കെ ആയാലും ഇവരൊക്കെ നിങ്ങളുടെ ഒരു 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 കുടുംബാംഗമായി കാണുന്നത് എന്തുകൊണ്ടാണ്? റിട്ടയർ ചെയ്താലും രമേശ മാഷ കണ്ടാലും ഒന്ന് ചിരിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഈ കുടുംബത്തിലെ അംഗങ്ങൾ എന്റെ കുടുംബമാണ്. എന്തുകൊണ്ട്? അവർക്ക് ഹൃദയപൂർവ്വം എന്നെ സ്വീകരിക്കാൻ പറ്റും, എന്നെ തിരുത്താൻ പറ്റും. എനിക്ക് അവരെയും, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മനോജ് സാറെ ഞാൻ ആദ്യമായി കണ്ടിട്ട് കൊച്ചി, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് വിചാരിക്കുന്നു. അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ലീഡർഷിപ്പിന്റെ കഴിവ്. നമ്മൾ ഒന്നിച്ച് വിജയിക്കാനേ പറ്റൂ. ഒന്നിച്ച് വിജയിക്കാൻ പറ്റുന്ന ലോകത്തിലെ ഒരേ ഒരു ബിസിനസ് ഡയറക്ട് സെല്ലിംഗ് മാത്രമാണ്. തന്റെ കൂടെ വന്നാൽ വിജയിക്കുകയാണ് തന്റെ ലക്ഷ്യം എന്ന് തിരിച്ചറിയാത്ത ഡയറക്ട് സെല്ലിംഗ് ലീഡേഴ്സിനോട് കൂടെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ സ്പോൺസർ ചെയ്ത ആള് അദ്ദേഹത്തിന് കോടികൾ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കാതെ എനിക്ക് മാത്രം കോടികൾ കിട്ടട്ടെ എന്ന് ചിന്തിച്ചാലും വളരാത്തൊരു ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ്. ചിലപ്പോൾ ഞാൻ പറയുന്നത് അപ്രിയ സത്യങ്ങളാവാം, ഞാൻ സത്യം വിളിച്ചു പറയും. പകരം തന്റെ കൂടെ വന്നവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനി ഇത് മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം, 100 രൂപയുണ്ടെങ്കിൽ 3 നേരം ഭക്ഷണം കഴിക്കാം. നമ്മുടെ കയ്യിലുള്ള ഒരു അൾട്രാബെറി എന്ന ഒരു ഒറ്റ പ്രൊഡക്റ്റ് നിങ്ങൾ ഒരു ആഴ്ച കൊണ്ട് വിറ്റാൽ പോലും നിങ്ങൾക്ക് 10 ദിവസത്തെ ഭക്ഷണം കഴിക്കാം. ശരിയാണോ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. അപ്പോ നമ്മൾ, ഞാൻ ഇതിലേക്ക് വരുന്നുണ്ട്. അതായത് അതായത് ഭക്ഷണം കഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. എത്രയോ ചാരിറ്റി നടക്കുന്നു. ഇതൊക്കെ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ കാണാപ്പുറങ്ങളെ കുറിച്ച് ക്യാമറ തിരിച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഡയറക്ട് സെല്ലിംഗ് ലീഡർഷിപ്പില് 3 കാര്യങ്ങളാണ് വരേണ്ടത്. അത് നിങ്ങൾക്ക് ഞാനൊരു സത്യം പറയാം. ഇതിലിപ്പോ നിങ്ങളിപ്പോ ആദ്യമായി ജോയിൻ ചെയ്തവരിയ്ക്കുന്നുണ്ടാവും, വർഷങ്ങളായിട്ട് ഇരിക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ വിജയിക്കാത്ത, അവർക്ക് തന്നെ തോന്നി ഞാൻ വലിയ വിജയമൊന്നുമല്ല, എനിക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്ന ഒരാളോട് ദയവ് ചെയ്ത് ഞാൻ പറയുന്ന 1 മണിക്കൂർ കേൾക്കും, എന്നിട്ട് സ്വയം ഒന്ന് വിമർശിക്കും, എന്നിട്ട് പുതിയൊരാളെ തിരിച്ചു വരും. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. വലിയൊരു സംഭവമാണത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ലീഡറും സാധാരണ ലീഡറും തമ്മിലുള്ള വ്യത്യാസം എന്താ? സാധാരണ ലീഡറിന് ഉള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അല്ല ഒരു ഡയറക്ട് സെല്ലിംഗ് ലീഡർക്ക് വേണ്ടത്, അതിന്റെ 10 മടങ്ങ് വേണം. അതവരെ പറയുന്ന പേര് തന്നെ ഇൻഫ്ലുവൻഷ്യൽ ലീഡേഴ്സ് എന്നാണ്. അതായത് ഒരു ഡയറക്ട് സെല്ലിംഗ് ലീഡർക്ക് തന്റെ ഡിസ്ട്രിബ്യൂട്ടറുടെ വീട്ടിൽ അടുക്കളയിൽ കയറാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായല്ലോ? ആ അടുക്കളയിലൂടെ അയാളുടെ ഹൃദയത്തിൽ ചേക്കാറാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് സാധാരണ ലീഡർഷിപ്പിൽ ഉണ്ടാവില്ല, അത് ഡയറക്ട് സെല്ലിംഗ് ലീഡർഷിപ്പിൽ മാത്രമേ ഉള്ളൂ. എന്റെ ജീവിതത്തിൽ വൻ മാറ്റം ഉണ്ടാക്കിയത് മുഴുവൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളാണ്, അതിന്റെ ട്രെയിനിങ്ങുകളാണ്. ആ ട്രെയിനിങ്ങുകളിലൂടെ ഉൾക്കൊണ്ടത് കൊണ്ടാണ് എനിക്ക് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് ലീഡർഷിപ്പ്, ഡയറക്ട് സെല്ലിംഗിൽ പ്രൊഡക്റ്റ് മാത്രമല്ലല്ലോ, പണം മാത്രമല്ലല്ലോ. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടാക്കലാണ് ഡയറക്ട്. യെസ്, അതായത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നതിനെ നമ്മൾ പറയുന്ന മറ്റൊരു വാക്കാണ് നെറ്റ്വർക്ക്. തെറ്റിദ്ധരിക്കല്ലേ, നെറ്റ്വർക്ക്. കാരണം ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ വരുന്നതിനെ നെറ്റ്വർക്ക് എന്ന് പറയാം. അങ്ങനെ വരുമ്പം എബിലിറ്റി ടു ബിൽഡ് വാസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അതായത് ഒരൊറ്റ കമ്പനിയിൽ നിങ്ങൾ ദയവേത് ചാടിക്കളിക്കരുത്. ഞാൻ ആദ്യം പറയേണ്ടതാണ്, ഒരു ഡയറക്ട് സെല്ലിംഗിന്റെ ലീഡർ ആദ്യം ചെയ്യേണ്ടത് താൻ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ആദ്യം തീരുമാനിക്കണം. ഞാൻ സാധാരണ ഇന്നലെ കോഴിക്കോട് പറഞ്ഞ പോലെ തെങ്ങിൽ തേങ്ങയുണ്ടെന്ന് ഉറപ്പുവരുത്തിട്ട് വേണം കയറാൻ. പലരും തേങ്ങയുണ്ടോ നോക്കൂല, അങ്ങ് കയറും, പകുതി എത്തുമ്പോൾ അവിടെ തേങ്ങ ഉണ്ടാവില്ല, എന്നിട്ട് കയറ്റിയവനെ കുറിച്ച് ചീത്ത പറയും. അതല്ലേ ശരി ഇവിടെ കേരളത്തിൽ സംഭവിക്കണേ? കേരളത്തിലെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഗവൺമെന്റ് ഉണ്ടായാലും മേ ബി വ്യക്തികളുടെ നേട്ടത്തെക്കാൾ സംഭവിച്ചത് ഈ സ്കാമുകളിൽപ്പെട്ടവർക്കാണ്. അത് ഇതുകൊണ്ടാണ്. അപ്പൊ ഒരൊറ്റ കമ്പനി, അപ്പൊ ഈ ബയോട്ടോറിയം എന്ന കമ്പനി എടുത്തോ, ആ കമ്പനിയുടെ ഉടമയെ കുറിച്ച് അറിയണം, നേരിട്ട് കണ്ടിട്ടുണ്ട് നിങ്ങൾ. അദ്ദേഹത്തിന്റെ വിഷൻ അറിയണം, അദ്ദേഹത്തിന്റെ മിഷൻ അറിയണം, അദ്ദേഹത്തിന്റെ ആസ്തി അറിയണം, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അറിയണം. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ വേഗത്തിൽ ചർച്ച ഒന്നും ഇവിടെ ആവശ്യമില്ല. കമ്പനി പൂട്ടുവോ
പകുതി പൈസ കിട്ടുമോ ഒന്നും നിങ്ങൾ ചിന്തിക്കണം. ആ മനുഷ്യൻ തരും, അത്ര വലിയ സംഭവമാണ് പോയവർക്ക് മനസ്സിലായി. ഒന്നാമത്തെ കാര്യം. അപ്പൊ കമ്പനി നമ്മൾ ഫിക്സ് ചെയ്തു, ഡോണ്ട് ചേഞ്ച്, മാറരുത്. ആദ്യത്തെ പോയിന്റ് ഡയറക്ട് സെല്ലിംഗ് നിയമം എന്താണ്? ഫിക്സ് എ കമ്പനി എന്നാണ്. അത് നമ്മൾ കമ്പനിയെ ഫിക്സ് ചെയ്യും. പ്രൊഡക്റ്റുകൾ മാറും, പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വരും, പുതിയ പുതിയ പ്ലാൻ വരും. അതൊക്കെ കമ്പനികൾ ചെയ്യുന്നതാണ്, അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. അതൊക്കെ അത് സംഭവിക്കും, ആ കാലത്തിനനുസരിച്ച് മാറിയേ പറ്റും. അപ്പൊ പക്ഷേ ആസ് എ ഡയറക്ട് സെല്ലിംഗ് ലീഡർ, ഒരു ലീഡർ എന്ന നിലയിൽ നിങ്ങളുടെ പണി എന്താ? വലിയൊരു ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടാക്കിയാലാണ് നമ്മുടെ ലക്ഷ്യത്തിലൊന്ന്. അപ്പൊ അതിന് കണക്കായ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആണ് നമുക്ക് വേണ്ടത്. അതായത് ഒരാൾക്ക് 100 പേര്, ഇപ്പൊ മനോജ് സാറ് തുടങ്ങിയോണ്ട് അദ്ദേഹത്തിന്റെ ടീമിൽ വരുന്നവർ, അല്ലെ ശ്രീമാർ സാറിന്റെ ടീമിൽ ഉണ്ടാവും, വിനീഷിന്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവില്ല. ഒരുപാട് ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് അത് മനസ്സിലാക്കാൻ. ആ ലീഡേഴ്സിന്റെ കൂടെ ഉള്ളത് പോലെ നിങ്ങളാണ് ഇതിനടുത്ത ലീഡർ. ആദ്യത്തെ പോയിന്റ് ആണ്. ഡയറക്റ്റ് സെല്ലിംഗ് ലീഡറിൽ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന വാക്ക് എല്ലാം എന്റെ അപ്ലൈൻ ചെയ്യും എന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾ എന്ന് ജോയിൻ ചെയ്യുന്നുവോ അന്ന് നിങ്ങൾ ലീഡർ ആവാൻ ശ്രമിക്കണം. യു ഹാവ് ടു ബിൽഡ് യുവർ നെറ്റ്വർക്ക്. ഓഫ് കോഴ്സ് അപ്ലയൻസിന്റെ സഹായം ഉണ്ടാവുന്ന കാര്യം സംശയമില്ലല്ലോ. കേരളത്തിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ഗുരു എന്ന് വേണം പറയാം. അതായത് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു എക്സ്പീരിയൻസ് പേഴ്സൺ അങ്ങനെ എടുക്കാം. എന്നിട്ട് നിങ്ങളിൽ മാറ്റം വരണം. പലർക്കും വരുന്ന പരാജയം അവിടെ ഫോക്കസ് ചെയ്യും. നിങ്ങൾ മാറത്തിന് തയ്യാറല്ല. ഒരു പ്ലാൻ പ്രസന്റേഷൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പ്രസന്റേഷൻ ചെയ്യണമെങ്കിൽ എല്ലാം ആരൊക്കെയോ വരണം. നോ, യു ഷുഡ് സ്റ്റാർട്ട്. അതിന് ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നെറ്റ്വർക്ക് വളർത്തണം. അതിനെന്തെല്ലാം വേണം? അതിന് വേണ്ടുന്നതാണ് നമുക്ക് കുറച്ച് സ്കില്ലുകൾ വളർത്താനുണ്ട്. ലീഡർഷിപ്പിന്റെ ഒന്നാം പാഠം ഞാൻ പറയണേ, എന്തൊക്കെ സ്കില്ലുകളാണ് നമുക്ക് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് വേണ്ടത്. അതിൽ ഏറ്റവും വലിയ സ്കിൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതിനെ സംബന്ധിച്ച് ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്കുണ്ടോ? ഇനി മനസ്സിലാക്കേണ്ടത് സ്കിൽ എന്ന വാക്ക് എന്താ? ഏതൊരു വ്യക്തിക്കും അഭ്യസിക്കാവുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഉദാഹരണം, നീന്താൻ അറിയാത്ത ഒരാൾക്ക് നീന്തൽ പഠിച്ചാൽ ഒരു സ്കില്ലാണ്. സ്വിമ്മിങ് ഈസ് എ സ്കിൽ. ഡ്രൈവിംഗ് ഈസ് എ സ്കിൽ. അതേപോലത്തെ ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ. ചിലവരുണ്ടാവും ആരോടും അധികം സംസാരിക്കില്ല, അയാൾ അങ്ങനെയാണ്, തെറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് പഠിക്കാം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്താണ് പറയേണ്ടത്. അതിന് വേണ്ടുന്ന ട്രെയിനിങ്ങുകൾ കമ്പനി തരും, ടീമും തരും. അതിൽ അറ്റൻഡ് ചെയ്യുക, പിന്നെ അത് പ്രാക്ടീസ് ചെയ്യുക. ഒരാളെ കണ്ടാൽ അദ്ദേഹത്തോട് അപ്പൊ ആകെ ഈ 3 വാക്കേ നമ്മുടെ ഡയറക്ട്. ഒന്ന് സസ്പെക്ട്, പിന്നെ പ്രോസ്പെക്ട്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ. 3. അതായത് തീരെ പരിചയമില്ലാത്ത ഒരാളെ കാണുന്നു, സസ്പെക്ട്. നിങ്ങളൊരു ഡയറക്ട് സെല്ലിംഗ് ലീഡർ ആണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അത് ഒരു ആളാണ്. അതിന് ലോ 50 എന്ന് പറയുന്ന നിയമമുണ്ട്. നിയമം അതിന്റെ ഒരു ഇതാണ്. അതായത് ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ വന്നാൽ അദ്ദേഹത്തിൽ മിനിമം 250 കണക്ഷൻ ഉണ്ടാവുന്നതാണ്. അതാണ് 250 റൂൾ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതുകൊണ്ട് ഒരാളെയും വെറുതെ വിടരുത്. ഇന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ കൂട്ടുകാർ, ഈ ടീമിൽ ഇപ്പോൾ ഇരിക്കുന്ന 100 മേലെ 200 അത്ര ആൾക്കാർ ഇരിക്കേണ്ട ഇവിടെ, ഈ ആൾക്കാരെ എടുത്ത് നോക്കിയാൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ വന്നത് ഒരു സ്ട്രേഞ്ചറിലൂടെ ആയിരിക്കും മിക്കവാറും. എവിടെയോ ഇരിക്കുന്ന ഒരാളെ കാണുന്നു, അയാളുടെ കാര്യം പറഞ്ഞു എന്നതാണ് ആ ടീം വളരാൻ കാരണം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ലല്ലേ? എന്തു പറയണം, എങ്ങനെ പറയണം എന്ന് പഠിക്കാനുണ്ട്. അതുപോലെ കാര്യം. അപ്പോ സസ്പെക്റ്റ് ആണ്, വെറും സംശയമാണ്. അദ്ദേഹം വരുന്ന ഉറപ്പൊന്നുമില്ല. അദ്ദേഹത്തോട് സംസാരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നിയത്, നമ്മൾ ബോംബെ പോകുന്ന സമയത്ത് ട്രെയിനിൽ നടന്ന കുറെ കാര്യങ്ങൾ ഞാൻ ഒബ്സർവ് ചെയ്തു. അന്ന് ഞാൻ പനിയായിട്ട് കുറച്ചുകൂടെ നടക്കാൻ പറ്റാത്ത കണ്ടീഷൻ എങ്കിൽ പോലും പലരും അവിടെ ട്രെയിനിൽ വെച്ചിട്ട് ആൾക്കാരെ പ്രോസ്പെക്ട് ചെയ്തിട്ടുണ്ട്. സസ്പെക്റ്റിന്റെ പ്രോസ്പെക്ട് ചെയ്തു. അവരുടെ പേരൊന്നും ഞാൻ പറഞ്ഞു, വലിയ പിടിക്കുന്നുണ്ട്. അവരെ ക്ലോസ് ചെയ്തു, പ്രൊഡക്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പരിചയമില്ല. എനിക്ക് അവരുടെ അഭിമാനം തോന്നി. ദാറ്റ്സ് എ ഗ്രേറ്റ് ക്വാളിറ്റി. ഇപ്പൊ സസ്പെക്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് ഡെക്സ്റ്റർ യാഗർ പറയുന്നത്? അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ അതിന് പിന്നെ WWDB എന്നാണ്, വേൾഡ് വൈഡ് ഡ്രീം ബിൽഡിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇന്റർനെറ്റ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം പറഞ്ഞ കാര്യം, തന്റെ കൈയുടെ അകലത്തിൽ വരുന്ന ആൾക്കാരോട് നിങ്ങൾ പ്ലാൻ പറഞ്ഞിരിക്കണം. അവരെല്ലാം സസ്പെക്റ്റുകളാണ്. ആരെന്ന് ഇതിൽ പറയാൻ പറ്റൂല. ഡയറക്ട് സെല്ലിംഗ് ഒന്നാമത്തെ റൂളാണ്. ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ വരുന്നത് ആര് എന്ന് മുൻവിധിയോടെ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് അധ്യാപകനാവണമെങ്കിൽ നിങ്ങൾ BEd DTC പാസ് ആവണം. ദർ ഇസ് എ റൂൾ. അപ്പൊ ഒന്ന് അൺനോൺ, അത് ഒരു തരത്തിൽ ധാരണയില്ലാത്ത, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാത്ത, കമ്പനിയെ കുറിച്ച് അറിയാത്ത, ഒന്നും അറിയാത്ത ഒരാളെ നിങ്ങൾ കണ്ടെത്തുന്നുവെങ്കിൽ ആദ്യത്തെ അയാൾ സസ്പെക്ട് ആവുന്നു. ഇനി അദ്ദേഹത്തിനോ നേരെ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് പ്രോസ്പെക്ട് ആകുന്നത്. എങ്ങനെ? പലർക്കും ഇല്ല കുഴപ്പം തരും, ഇതൊന്നും പറയൂല.
നിങ്ങൾക്ക് അവരോട് പറയാം. സ്വാഭാവികം നമ്മൾ സംസാരിക്കും, എന്താണ് ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ ഇപ്പോ ഗവൺമെന്റ് ജോലി ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ മറ്റു കാര്യം എന്തെങ്കിലും അവിടെ അല്ലെങ്കിൽ മേ ബി ജോലി ചെയ്യുന്നില്ല, പ്രൈവറ്റ് സ്കൂളിൽ ചെയ്യുന്നു. അപ്പൊ തുടച്ചടുത്ത് ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ മനുഷ്യന്റെ സ്വഭാവമാണ്, അങ്ങോട്ട് ചോദിച്ചു ഇങ്ങോട്ട് ചോദിക്കും. അപ്പൊ ഞാനിങ്ങനെ ഈ വളരെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രിപ്റ്റ് പറയും. ഞാൻ ഡയറക്ട് സെല്ലിംഗ്, പലർക്കും ഡയറക്ട് സെല്ലിംഗ് പറഞ്ഞാൽ അറിയില്ല, നെറ്റ്വർക്ക് ചിലർക്ക് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പറയാം, ഞാൻ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ കമ്പനിയിൽ ചില പ്രത്യേകതകളുണ്ട്. ഞങ്ങൾ പതിവ് ബയോമാഗ്നറ്റിക്സിലൊക്കെ പിന്നെ റിസർച്ച് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ ന്യൂട്രീഷൻ ഞങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്യൂരിയോസിറ്റി, അദ്ദേഹം ചോദിക്കുകയാണ് ഏതാണ് ആ കമ്പനി. ചിലപ്പോൾ ഡയറക്റ്റ് കമ്പനി പറയും, കമ്പനിയെ കുറിച്ച് പണ്ട് തെറ്റിദ്ധരിച്ച ആളാണെന്ന് നിങ്ങൾക്ക് നോക്കുന്നത് വേണം. നിങ്ങൾ പറയാം എന്റെ കമ്പനിയുടെ പേര് ഈ ബയോട്ടറി എന്നാണ്. ഇനി അയാൾ പോയാൽ പോട്ടെ, അയാൾ നമ്മൾ വലിയ ആളൊന്നുമല്ല, 3 കോടി ജനങ്ങളുണ്ട്. യു ഗോ ടു ദ നെക്സ്റ്റ്. അപ്പൊ അദ്ദേഹം പറയുന്നു, അങ്ങനെയാണ് എനിക്ക് അതിനെ കുറിച്ച് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു. ഉടനെ അവിടെ കയറിയിട്ട് ഡയലോഗ് അടിക്കരുത്. അതിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണമെങ്കിൽ കുറച്ച് സമയം വേണം സാർ. നമ്പർ തരികയാണെങ്കിൽ ഞാൻ കാണാൻ, ഞാനൊരു ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മറ്റോ അദ്ദേഹം താല്പര്യമുണ്ട്. സാറിന് സ്ഥലം എവിടെയാണ്? ഞാൻ ഇപ്പോൾ പ്രോസ്പെക്ട് ചെയ്യുന്ന കണ്ണൂരിനാണെങ്കിൽ അദ്ദേഹത്തിന് നാളെ കൊച്ചിയിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഐ കോൾ അഭിലാഷ് അവിടെ യൂണിവേഴ്സ് ആരെങ്കിലും വരുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. എക്സാമ്പിൾ ഞാൻ പറയാം. ആ കമ്മ്യൂണിക്കേഷൻ അവിടെ കട്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾ അദ്ദേഹത്തെ കൃത്യമായി 24 മണിക്കൂറിൽ ഫോളോ അപ്പ് ചെയ്യുന്നു. 48 മണിക്കൂറിലായിട്ട് നിങ്ങളായാലും പോക്കാം, നിങ്ങൾ രക്ഷപ്പെടില്ല. ലീഡർഷിപ്പിന് 24 hours, ഒന്നുകിൽ അയാൾ വരും, ഇല്ലേ പോകും. 24 hours കോൾ. സാർ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തെ കുറിച്ച് എനിക്ക് താല്പര്യമില്ല, കട്ട് ചെയ്തു വിട്ടെ, സസ്പെക്ട് പോയി. പക്ഷെ പലരുടെയും കാണുന്നത് ലീഡർഷിപ്പിൽ ഏറ്റവും വലിയ ചാലഞ്ച് ആയിട്ട് ഡയറക്ട് സെല്ലിംഗ് കാണുന്ന വെച്ചാൽ ഈ ഇങ്ങനെ സ്ഥിരമായി പറയാനുള്ള കഴിവ് കുറയുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ വളർത്തിയെടുക്കണം. അപ്പൊ അടുത്ത ആൾ ഒരേ എനർജി, ഉടനെ അയാളുടെ ദേഷ്യമൊന്നും വേണ്ട, വിട്ടെ, നെക്സ്റ്റ് യു ഗോ ഫോർ കണ്ടിന്യൂസ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്ന ഒന്നാമത്തെ സ്കിൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അത് ലീഡർഷിപ്പിന്റെ അത് എല്ലാവർക്കും ബാധകമാണ്. ഉചിതമായ വാക്കുകൾ ഉചിതമായ സ്ഥലത്ത് ഉചിതമായി ഉപയോഗിക്കുക. ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത്, എന്നോട് ദേഷ്യം തോന്നരുത്, നമ്മൾ റോഡിന്റെ സൈഡിൽ നിന്ന് പ്ലാൻ കൊടുക്കാൻ പാടില്ല. അത് കുറച്ച് തൊട്ടടുത്തൊരു ഹോട്ടലിൽ ചായ കൊടുക്കുമ്പോൾ കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ചില അത്ഭുതകരമായി പലരും ജോയിൻ ചെയ്തവരുണ്ട്, അത് വേറെ കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവുന്നതോടൊപ്പം തന്നെ രണ്ടാമത് വേണ്ട ഏറ്റവും വലിയ ലീഡർഷിപ്പിന്റെ സ്കിൽ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ്. അതായത് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ ചാലഞ്ച്, ഞാൻ പ്രാക്ടിക്കൽ മാത്രമേ പറയുന്നുള്ളൂ, സമയപരിമിതി ഉണ്ട്, മണിക്കൂറുകൾ എടുക്കേണ്ട വിഷയമാണ്. അപ്പൊ ഈ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കാണുന്നത് വെച്ചാല് ഈ ഡയറക്ട് സെല്ലിംഗ് പ്രശ്നങ്ങളുണ്ടാവും എപ്പോഴും. കാരണം ഇത് മാൻ ബിസിനസ് ആണ്. എടുക്കേണ്ട ആളുടെ മാനസികാവസ്ഥ, അയാൾ എവിടെ നിൽക്കുന്നു എന്ന് അറിയാണ്ട് ഒരുപാട് ഡയലോഗ് അടി. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വലിയ പ്രശ്നമാണത്. അതുകൊണ്ട് മാത്രം ചിലവർ പോകും. അവരുടെ സമയം നോക്കി അവർക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് അവരോട് സംസാരിക്കുന്ന വിധത്തിൽ നിങ്ങൾ. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം, നിങ്ങൾ ഒരു ക്രെഡിബിൾ പേഴ്സൺ ആണ്, നിങ്ങൾ ഒരു അന്തസ്സായ തൊഴിലാണ് ചെയ്യുന്നത്. പലരും കാണുന്ന വെച്ചാല്, അയ്യോ മൈ ഗോഡ്, എനിക്ക് ഞാൻ എന്തോ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനല്ല, യു ആർ ഡൂയിങ് എ പ്രൗഡ് പ്രൊഫഷൻ. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ കമ്പനിയെ കുറിച്ചുള്ള അഭിമാനം ഉണ്ടാവണം. അതിനാണ് നിങ്ങൾ കമ്പനിയെ കുറിച്ച് പഠിക്കണമെന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ട്രെയിനിങ്ങിൽ പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ ഒക്കെ പരാജയപ്പെടുമ്പോഴാണ് പ്രോബ്ലം സോൾവിംഗിൽ നിങ്ങൾ പരാജയപ്പെടുന്നത്. ഒരു ടീമിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ആ ടീമിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ വളരെ നയപരമായി അതിനെ എങ്ങനെ തന്ത്രപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് ഒരു ലീഡറുടെ, അത് ഏത് ലീഡറുടെയും, പ്രത്യേകിച്ച് ഡയറക്ട് സെല്ലിംഗ് ലീഡറുടെ പ്രത്യേകത. കാരണം ഏറ്റവും കൂടുതൽ പ്രോബ്ലങ്ങളാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ MLM ഉണ്ടാവുക. അത് എങ്ങനത്തൊക്കെ പ്രോബ്ലങ്ങൾ വരാമെന്ന് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കൂടുതൽ അറിയുന്നവർക്ക് വേണ്ടി ചില പുസ്തകങ്ങളുടെ പേര് ഞാൻ പറയാം. ആ പുസ്തകങ്ങൾക്ക് കിട്ടുമ്പോൾ വായിച്ചു നോക്കുക. ഒന്ന്, ഡയറക്ട് സെല്ലിംഗ് സക്സസ് എന്നൊരു പുസ്തകം. ഡയറക്ട് സെല്ലിംഗ്. ഇനി ഈ പുസ്തകം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അതിനെക്കുറിച്ച് നെറ്റ് മനസ്സിലാക്കിയത് ഗോ പ്രോ എന്നാണ് പുസ്തകത്തിന്റെ പേര്. GOPRO, ഗോ പ്രോ. അത് എറിക് ബൊറെ എന്ന് പറയുന്ന ആള്, ERICWORE. ഇതൊന്നും നിങ്ങൾ വായിക്കാൻ വേണ്ടി ടെൻഷൻ അടിക്കണ്ട. ഞാൻ പറഞ്ഞത് അത് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വായിക്കാവുന്ന പുസ്തകങ്ങളാണ്. ഇനി ഈ പുസ്തകം ഞാൻ നെറ്റിൽ നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണോ? ബി എ ഡയറക്ട് സെല്ലിംഗ് സൂപ്പർ സ്റ്റാർ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ബി എ
ഡയറക്റ്റ് സെല്ലിംഗ് സൂപ്പർ സ്റ്റാർ. നിങ്ങൾ ഡയറക്റ്റ് സെല്ലിംഗിൽ ഒരു സൂപ്പർ സ്റ്റാർ ആവാന്ന് പറഞ്ഞു. മേരി ക്രിസ്റ്റൻസൺ എന്ന് പറയുന്ന ഒരാളാണ് എഴുതിയത്. MARYCHRISTEN. ഇതൊക്കെ നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണ് ഈ പുസ്തകം. സമയം കിട്ടുമെന്ന് വായിച്ചു നോക്കുക. എന്തിന് ഈ പുസ്തകം വായിച്ചോണ്ടൊന്നും പൈസ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ വിജയിക്കണമെന്നില്ല. അതിന്റെ അപ്ലൈ ചെയ്തില്ലെങ്കിൽ കാര്യമില്ല. പുസ്തക സ്ഥാപിത വിദ്യ പരഹസ്തഗതം തന്നെ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അങ്ങനത്തെ. ഇനി ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു പുസ്തകം നിങ്ങൾ വായിച്ചേ പറ്റും. അത് എല്ലാവരുടെ കയ്യിലുള്ള ഒരു പുസ്തകമാണ്. ഇല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മലയാളം ഇംഗ്ലീഷ് ഉണ്ട്. അതിന്റെ നിങ്ങൾ എഴുതിക്കോ, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. എഴുതിക്കോ. പലർക്കും അറിയുന്ന പുസ്തകം ആയതുകൊണ്ടാണ് ഞാൻ അതുമായി സെമിനാർ നടത്തിയത്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത കൂടെ പറഞ്ഞുതരാം. ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഉണ്ടാക്കുകയും അവരിൽ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്യുന്നത് എന്ന ഡെയിൽ കാർണഗിയുടെ മനോഹരമായ ഒരു പുസ്തകമാണ്. ഇനി ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ സമ്പന്നനായ വാറൻ ബുഫറ്റ്. ഒരു വാറൻ ബുഫറ്റ് എന്ന സാധാരണക്കാരൻ അതിസമ്പന്നനായ വാറൻ ബുഫറ്റ് ആയത് ഡെയിൽ കാർണഗിയുടെ ഈ പുസ്തകത്തിന്റെ ബേസ് കൊണ്ട് അദ്ദേഹം നടത്തുന്ന 7 ദിവസത്തെ ട്രെയിനിങ്ങിലൂടെയാണ്. അപ്പൊ ഈ പുസ്തകം ചെറുതല്ലോ, അതെങ്കിലും നിങ്ങൾ വായിക്കൂ പ്രിയപ്പെട്ടവരെ. മലയാളത്തിൽ ഇതിന്റെ ട്രാൻസ്ലേഷൻ DC ബുക്സിലുണ്ട്. നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകം. കാരണം ഒരു ലീഡർ വായിച്ചേ പറ്റൂ. നിങ്ങൾ ഏത് കമ്പനി ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്, പ്ലാൻ ഉണ്ട്, പണമുണ്ട്. ഇത് നമ്മൾ ലീഡർഷിപ്പ് മാത്രമേ ആവശ്യം. അതുകൊണ്ട് എന്റെ വിഷയം അതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ഈ ഡെയിൽ കാർണഗിയുടെ പുസ്തകം നിങ്ങൾ സംഘടിപ്പിച്ച് വായിക്കുക. അതിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ച് ഞാൻ പോകുന്നില്ല. അടുത്ത നമ്മൾ സക്സസ് മാനേജ്മെന്റ് ചെയ്യും. നമ്മൾ എങ്ങനെ ചെയ്യും? അവിടെയാണ് നിങ്ങളുടെ സക്സസ്. എന്തുകൊണ്ട് എല്ലാവരും ലീഡർ ആവുന്നില്ല? നിങ്ങൾ പലരും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇട്ടുപോകും. ആ പ്രശ്നങ്ങൾ വരുമ്പോഴും അത് എവിടെയും സംഭവിക്കാം. തന്റെ അണികളെ കൂട്ടത്തിൽ ഒന്നിച്ച് ചേർത്ത് പിടിക്കുന്നവർ, വിജയൊക്കെ പറഞ്ഞാൽ ചേർത്തു, അത് നിങ്ങളുടെ ഉള്ളിൽ തട്ടി വരണം. അതുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നവർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് ആത്മാർത്ഥമാണെങ്കിൽ. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് എല്ലാം തികഞ്ഞൊരു കമ്പനി ലഭിച്ചിട്ടുണ്ട്. ഇനി ഓടേണ്ട കാര്യമില്ല. അപ്പൊ പ്രോബ്ലം സോൾവിങ് സ്കില്ല് വേണം. 3ാമത്തെ സ്കിൽ എഴുതിക്കോ. ലീഡർഷിപ്പിന്റെ പ്രധാനപ്പെട്ടത് ടൈം മാനേജ്മെന്റ്. 6 മണിക്ക് എന്നോട് ഇവിടെ പ്രഭാഷണത്തിന് പറഞ്ഞപ്പോ, സ്പീച്ചിന് പറഞ്ഞപ്പോ, ഞാൻ കറക്റ്റ് 5:59 ജോയിൻ ചെയ്തു. 6 മണി ജോയിൻ ചെയ്തു. എനിക്ക് അഭിമാനത്തോടെ പറയാം, നിങ്ങൾ 6 മണിക്ക് എന്റെ ശോഭ എന്നെ ഇൻവൈറ്റ് ചെയ്തു. അത് ഈ പ്രസ്ഥാനത്തിന്റെ കഴിവാണ്. 5:59 വരെ മറ്റൊരു സെഷനിലായിരുന്നു. ദിസ് ഇസ് ടൈം മാനേജ്മെന്റ്. എത്ര പേരോട് ഞാൻ പേർക്ക് ഈ ആഴ്ച എഴുതി വെക്കാത്ത ഒരു ലീഡർ ആവില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടൈം മാനേജ്മെന്റ് ആവശ്യം ഡയറക്ട് സെല്ലേഴ്സിനാണ്. എന്തുകൊണ്ടാ? നിങ്ങൾ ഒരാളുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു. ഞാൻ നാളെ 7 മണിക്ക് നിങ്ങളുടെ വീട്ടിലെത്താം. 6:59 എത്തണം, 6:30 എത്തരുത് എന്നതും ടൈം മാനേജ്മെന്റ് പാഠമാണ്. ഞാൻ എന്റെ ട്രെയിനിങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, 7 മണിക്ക് പറഞ്ഞ് 7 മണിക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കും. നോ കോംപ്രമൈസ്. അത് അധ്യാപകർക്കായാലും ആർക്കായാലും. എന്റെ സ്കൂളിൽ എനിക്ക് 10 മണിക്ക് എത്തിയാലും മതി ഹെഡ് മാസ്റ്റർ. പക്ഷെ ഞാൻ എന്റെ സ്കൂളിൽ ആദ്യം എത്തുന്ന അധ്യാപകൻ ഞാനായിരിക്കും. ഇപ്പോഴും ഈ റിട്ടയർ ചെയ്യുന്ന ഈ വർഷവും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതെന്റെ ലീഡർഷിപ്പാണ്. അവിടുത്തെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നെ. ഞാൻ വൈകി എന്നൊരു കാര്യമില്ല. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ടൈം മാനേജ്മെന്റ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. ബി പ്രാക്ടിക്കൽ ഓൺ ദാറ്റ്. എഴുതി വയ്ക്കണം. നാളെ നിങ്ങൾ ചെയ്യുന്നത് ഇന്ന് രാത്രി എഴുതണം. എങ്കിലേ നിങ്ങൾക്ക് പലതിലും നോ പറയാൻ പറ്റും. നിങ്ങൾ കുഴപ്പം എന്താന്ന്, ഒരു ലീഡറാണ് ഞാൻ എടുക്കുന്നത്, 10 മറ്റ് ലീഡേഴ്സിന് അദ്ദേഹത്തിന് കീഴെ അങ്ങനെ വരുമല്ലോ. അപ്പൊ 10 പേരും വിളിച്ച ഇയാൾ എന്ത് ചെയ്യും? അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റും. അദ്ദേഹം ചെയ്യേണ്ടത് 10 ലീഡർക്കും 10 ദിവസം കൊടുക്കുക എന്നതാണ്. പലരും അനുഭവിക്കുന്ന ഒരു ചാലഞ്ച്. ലീഡേഴ്സിന് ചാലഞ്ച് ഉണ്ട്. വേണം നമുക്ക് അങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കാം. ചാലഞ്ച് ഇൻ ലീഡർഷിപ്പ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനാണ് പറയുന്നത് ടൈം മാനേജ്മെന്റിന്റെ ഒരു കണക്റ്റഡ് ടോപ്പിക്കാണ് പ്രയോറിറ്റൈസേഷൻ മാട്രിക്സ്, അല്ലെങ്കിൽ പ്രധാനം കൊടുക്കുക എന്നുള്ളത്.
ഇന്ന് 6 മണി മുതൽ 7 മണി വരെ ഞാൻ പ്രധാനം കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ ക്ലാസ്സിനാണ്, അല്ലെങ്കിൽ ഞാൻ 6 മണി 7 മണി എന്റെ റിസർച്ചിനായിരിക്കും. ഞാൻ പറയുന്ന മനസ്സിലായ പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാർ. അത് ഡയറക്ട് ലീഡർഷിപ്പിന്റെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. ഇത് ജീവിതത്തിലും ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ കൊള്ളാൻ ഞാൻ പറയാം. നിങ്ങൾക്ക് ഇതുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തുടങ്ങാം. പല ഡയറക്ട് സെല്ലിംഗ് ലീഡേഴ്സിന് സ്വസ്ഥതയില്ല. ഒന്ന്, സാർ അവിടെ പ്രശ്നം, ഇവിടെ എന്റെ അടുത്ത് മെന്ററിങ്ങിന് വരുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ ആദ്യം അടങ്ങിയിരിക്കും. നിങ്ങൾക്കൊരു ടൈം മാനേജ്, നിങ്ങൾ പറയാ പ്രശ്നങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും ഒരാൾക്ക് സമയം. ഞാൻ രക്ഷിതാക്കളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് വഴക്ക് കൂടണോ ഭാര്യ ഭർത്താവ്, നിങ്ങളൊരു സമയം വെക്ക്, 8:30 മുതൽ 9 മണി വരെ നമുക്ക് വഴക്ക് കൂടാം. ഒരു ടൈം മാനേജ്മെന്റ് ആക്കിക്കൂടെ? അതേപോലെ നിങ്ങൾക്ക് മീറ്റിംഗ്സ്. എനിക്ക് അതിശക്തരായ ലീഡേഴ്സുള്ള ഒരു മേഖലയാണ്. നിങ്ങൾക്ക് ചെറിയ സംഭവമല്ല, ഒരു പ്രഡിക്ഷൻ പോലെ ഞാൻ പറയാം, വിത്തിൻ 5 years കേരളം മാറ്റിമറിക്കുന്ന താരങ്ങളായിരിക്കും നിങ്ങൾ. ഒരു സംശയം വേണ്ട. ബട്ട് ഞാൻ പറയുന്നത് കേൾക്കണം. എന്നോട് ദേഷ്യം തോന്നല്ലേ? ഞാൻ ഏറെ പ്രണയിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. കാരണം ഏറ്റവും കൂടുതൽ പഴി കേട്ടത് ഞാൻ അതുകൊണ്ട് മാത്രമാണ്. അപ്പോ ടൈം മാനേജ്മെന്റ് ഒന്നാമത്തെ സ്കിൽ. ടൈം മാനേജ്മെന്റ് നിങ്ങളെ പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് അതിനെ പറഞ്ഞത്. എന്റെ ഇന്നത്തെ ദിവസം ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നതാണ്. ഞാൻ പാട്ട് കേൾക്കാറുണ്ട്. ഞാൻ ബസ്സിൽ വരുന്ന സമയത്ത് ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട മലയാള ഗാനങ്ങൾ കേൾക്കും. അത് എന്റെ സന്തോഷമാണ്. അത് നിങ്ങളുടെ സന്തോഷം തിരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി എന്ന് കരുത്. അതൊന്നും ലീഡർഷിപ്പ് അല്ല. ഞാൻ നിങ്ങളുടെ ക്വാളിറ്റി ചിലവർ രാവിലെ ഇറങ്ങി ഒരു വേഗം എടുക്കും, വൈകുന്നേരം വരുമ്പോഴേക്ക് ഒരു കുണ്ണാക്കം നടന്നിട്ടുണ്ടാവില്ല. എന്നോട് ദേഷ്യം തോന്നുന്നത്, നിങ്ങൾ ഡിജിറ്റൽ സ്ക്രീനിലായതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ എന്നെ കാണുന്നില്ല. എന്തൊക്കെ എത്ര ക്ലയൻസിനെ കാണാൻ പറ്റും, എത്ര പ്രൊഡക്റ്റ് കൊടുക്കും, എത്ര കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ആ ടൈം മാനേജ് എന്ത് ചെയ്യണം? ഒന്ന് ലേണിങ്ങിന് സമയം കൊടുക്കണം. എഴുതി വെച്ചോ, ലേണിംഗ്. ഡയറക്ട് സെല്ലിംഗ് ലീഡറാണോ? ലേണിംഗ്, പഠിക്കാൻ സമയം വേണം. നമ്മുടെ ധാരണ ഞാൻ തുടങ്ങി ഇനി ഒന്നും പഠിക്കേണ്ടതാണ്. എന്തൊക്കെ പഠിക്കണം? ലേണിംഗ് എഴുതുക, 3 കോളാക്കുക. ഒന്ന് ലേണിംഗ്, ഒന്ന് പേഴ്സണൽ ഡെവലപ്മെന്റിന് വരുന്നത്. ഇപ്പൊ ഇമോഷൻസ്, അതിനെ കുറിച്ച് ക്ലാസ്സുകൾ, ഇപ്പൊ രാവിലെ ഞാൻ ചെയ്ത ക്ലാസ് പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ പഠിക്കാം. അതായത് പേഴ്സണൽ ചേഞ്ച്, അത് പഠിക്കാൻ ലേണിംഗ് വേണം. 2, നമ്മുടെ കമ്പനിയുടെ ഡയറക്ട് സെല്ലിംഗ് വന്നാൽ 1 പ്രൊഡക്റ്റ് ലേണിംഗ്, അവസാനിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് ഞാൻ പറയുന്നത് അൾട്രാബെറി അല്ലെങ്കിൽ മേ ബി നമ്മുടെ മാഗ്നറ്റ്സോ മേ ബി വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൽ നല്ല എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ എന്നെക്കാൾ. ചോദ്യം ഇതാണ്, ഈ അൾട്രാബെറിയുടെ കണ്ടന്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഓരോ ദിവസം പഠിച്ചൂടെ? ഞാൻ ഇന്നലെ കോഴിക്കോട് പറഞ്ഞ കാര്യത്തെ ക്രാൻബെറി എന്ന് പറയുന്ന ഒരൊറ്റ കണ്ടന്റ് മതി നിങ്ങൾക്ക് വിൽക്കാൻ. സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലേണിംഗ് എന്തിനാണ്? പ്രൊഡക്റ്റ് നോളജ് അല്ല വേണ്ടത്, പ്രൊഡക്റ്റ് സെല്ലിംഗ് നോളജ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ഞാൻ ന്യൂറോ സയൻസിലാണ് PhD ചെയ്യുന്നത്, അല്ലെ റിസർച്ച് ചെയ്യുന്നത്. ന്യൂറോ സയൻസ് അല്ല എന്റെ ലക്ഷ്യം, ന്യൂറോ സയൻസിന് ആപ്ലിക്കേഷൻ ആണ്. അതെങ്ങനെ കോർപ്പറേഷൻ കൊടുക്കാം, എങ്ങനെ കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് മനസ്സിലായില്ലേ? അപ്പൊ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സെല്ലിംഗിന് വളരെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പൽ ആണ് ഇത്. അതായത് അൾട്രാബെറി എന്നതിനെ കുറിച്ച് ഇംഗ്ലീഷ് എഴുതിയിട്ട് അതിന് മലയാളം കിട്ടുമല്ലോ. പിന്നെ ഇവിടെ എക്സ്പെർട്ട് ഒരുപാട് കോച്ചസ് ഉണ്ട്, നെറ്റിൽ പോയാൽ കിട്ടും. അപ്പൊ അതിലെ ഇപ്പൊ ക്രാൻബെറി എന്നതിന് നിങ്ങൾ എടുത്താൽ പഠിക്കണം. ക്രാൻബെറി ലോകത്തില് മൂത്രത്തിൽ പഴുപ്പ്, ഞാൻ പറയാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് ഏത് ആന്റിബയോട്ടിക്സിനേക്കാൾ എക്സ്ട്രാക്ട് ആണ്. അതുകൊണ്ട് അതിന് വില, അത് കഴിക്കുന്നവർക്ക് ഇതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സെല്ലിംഗ് പോയിന്റിൽ മനസ്സിലായില്ലേ? കേരളത്തിലെ സ്ത്രീകൾക്ക് വിൽക്കാൻ പണി 30 മിനിറ്റ്. ഒന്ന് പ്രൊഡക്റ്റ് പഠിക്കണം, പേഴ്സണൽ ഗ്രോത്തിന്റെ പുസ്തകങ്ങൾ വായിക്കണം. ഞാൻ പറഞ്ഞു മാജിക്കൽ തിങ്കിങ് പോലത്തെ പുസ്തകം വായിക്കാം, അല്ലെങ്കിൽ ഹൗ ടു വിൻ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഇൻഫ്ലുവൻസ് പീപ്പിൾ വായിക്കാം. എന്നിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് 2 സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂ പ്രൊഡക്റ്റ് ലേണിംഗ് കഴിഞ്ഞല്ലോ. ഈ ടീം ബിൽഡിങ്ങിനെ കുറിച്ച് പഠിക്കണം. ഒരു
ടീം ആയിരിക്കുമല്ലോ, പല ടീമുണ്ടോ. ഇപ്പൊ മനോജ് സാറിന് ഒരുപാട് ടീമുണ്ട്. ആ അനുസരിച്ചിട്ടുള്ള ലിസ്റ്റ് ആക്കിയിട്ട് എഴുതി വെച്ചിട്ട് എല്ലാ ദിവസവും അതൊന്ന് നോക്കുന്നവർ എത്ര പേരുണ്ട്? ബെസ്റ്റ് എക്സസൈസ് ഇല്ലെങ്കിൽ എന്നോട് റിസൾട്ട് പറ. അതായത് നിങ്ങൾ അതായത് ഉദാഹരണം പറയാം, ഇപ്പൊ സുജിത്ത് ആണെങ്കിൽ ബോംബെയിലാണ് സുജിത്തിന്റെ ടീമിൽ എത്ര ടീമുണ്ട്? ഇപ്പൊ പല ടീം ഉണ്ടാവും, മേ ബി വൺ ഇൻ നോർത്ത് ഇന്ത്യ. ആ ടീമിലെ മുഴുവൻ ആൾക്കാരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടോ? പലരും പറയാം എന്തിനാണ് സാർ വിഷയം? പറ്റില്ല, കാരണം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആളായിരിക്കൂല്ലേ ലീഡർ. ചിലപ്പോൾ താഴെ വരുന്ന ഒരാൾ ലീഡർ. അപ്പൊ ഹു ഇസ് ദ ബെസ്റ്റ് ലീഡർ? ദ പേഴ്സൺ ഹു ക്യാൻ ഫൈൻഡ് ഔട്ട് അതർ ലീഡർഷിപ്പ് ഇസ് ദ ബെസ്റ്റ് ലീഡർ എന്ന് പറയാം. നിങ്ങൾ ആരാണ് ഏറ്റവും വലിയ ലീഡർ? നിങ്ങളുടെ അവരെ നേതൃസ്ഥാനത്തെ കൊണ്ടെന്ന് ഫ്രീ ആവുന്നവരാണ് യഥാർത്ഥ ഡയറക്ട് സെല്ലിംഗ് ലീഡർ. അത് ലോകത്തിൽ ഒരാൾക്കും പറ്റൂല. ഈവൻ നിങ്ങളെക്കാൾ കഷ്ടപ്പാടാണ് സാഗർ ജോഷി സാറിന്. കാരണം അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കാൻ പറ്റൂല. കാരണം അദ്ദേഹം റെസ്റ്റ് എടുക്കൂല, അത് വേറെ കാര്യം. കാരണം അദ്ദേഹം പുതിയ ഇന്നോവേഷൻസിലേക്ക് പോകും. നിങ്ങളപ്പം 10 പേർ ലിസ്റ്റ് കൂർമ്മ ബുദ്ധി വേണം. താഴെ വന്നിരിക്കുന്ന ആള് ഏറ്റവും പുതിയ ജോയിൻ ചെയ്ത ഒരാളായിരിക്കും, ഫയർ അപ്പ് ചെയ്യും. അപ്പൊ ഫയർ അപ്പ് ഉള്ള ആൾക്കാരെ ആയിരിക്കണം നമ്മൾ കണ്ടെത്തുന്നത്. അതൊരു ലേണിംഗ് ആണ്. ഇതെല്ലാം ചേർന്നതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. എനിക്ക് എത്ര മണിക്കാണ്? എനിക്ക് 10 മിനിറ്റ് സമയമാണ് ഉള്ളത്. ഒന്ന് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യണേ. 6:45. അതനുസരിച്ച് പ്ലാൻ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോ എത്ര മണി വരെയാണ്? up to 7. Anybody can respond or push maybe? Okay, ഞാൻ കണ്ടിന്യൂ. ഞാൻ നിർത്താനാവും പറഞ്ഞാൽ ഞാൻ നിർത്തിക്കോളൂ. ഓക്കെ, എന്റെ കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയും പോയിന്റുകൾ നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ എടുത്തു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർഷിപ്പിന് അപ്പൊ എന്തെല്ലാം ഞാൻ പറഞ്ഞു? കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, പ്രോബ്ലം സോൾവിങ് പറഞ്ഞു, അതിലത്തെ വരുന്നിരിക്കുന്ന മറ്റ് ടൈം മാനേജ്മെന്റ് പറഞ്ഞു. ഏറ്റവും ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ, റെസ്പോൺസിബിലിറ്റി, അതാണ് ഡയറക്റ്റ് സെല്ലിംഗ് ലീഡറുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. ഇത് പറയാൻ എളുപ്പ. ഞാൻ ഒറ്റ സംഭവം പറഞ്ഞ ശേഷം അതിന്റെ പ്രാധാന്യം പറയാം. റെസ്പോൺസിബിലിറ്റിയുടെ ഒന്ന്, 1985 SLV അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഗവേഷണം നടത്തി. അത് നേരെ കടലിൽ വീണു. അദ്ദേഹം ഒരു ലീഡർ, അദ്ദേഹം ലീഡറായ സതീഷ് ധവാൻ വരുന്നത്. അദ്ദേഹം പറഞ്ഞു, നീ പഠിക്കണ്ട, ഇതിന്റെ മുഴുവൻ കുറ്റവാദം ഞാൻ ഏറ്റെടുത്തു. അദ്ദേഹം പത്രസമ്മേളനം നടത്തി, ഞാൻ അന്വേഷിച്ചു. അതാണ് ഉത്തരവാദിത്വം. അതിനുശേഷം വീണ്ടും അത് വിജയിച്ചപ്പോ സതീഷ് ധവാൻ പറഞ്ഞു, നീയാണ് പത്രസമ്മേളനം, കാരണം നീയാണ് വിജയിപ്പിച്ചത്. അതായത് പരാജയം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒഴിവാക്കും പല ലീഡേഴ്സും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്നവരെ മാത്രമേ നമ്മളെ സ്വീകരിക്കും. അപ്പോൾ ടീം പോയി തുടക്കകാലത്ത് ഒരാളുടെ ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു വർക്കറുടെ ഒരു തെറ്റായ ഒരു നടപടി കൊണ്ട് അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു നിന്നെ പിരിച്ചുവിടും. പക്ഷെ അന്ന് വൈകുന്നേരം ധീരുഭായ് അംബാനി അദ്ദേഹത്തിന് വീട്ടിൽ പോകുന്നു. ആ മനുഷ്യന് വരച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ? ഈ മനുഷ്യൻ വരികയാണ്. പിരിച്ചുവിടാനോ ചീത്ത പറയാനോ എന്ന് അറിയില്ലോ. അദ്ദേഹം വന്ന് അത് അടുക്കളയിൽ പോയി ഒരു വലിയൊരു വിജയിക്കുന്ന ഓൺട്രപ്രണേഴ്സ്. അദ്ദേഹം ഒരു ഓൺട്രപ്രണറാണ്. ഡയറക്ട് സെല്ലിംഗ് അയാൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അറിഞ്ഞെന്തെങ്കിലും ധീരുഭായ് അംബാനി ഡയറക്ട് സെല്ലിംഗ് ചെയ്യുമായിരുന്നു. അന്നത് ഉണ്ടായില്ല. സോ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊക്കെ റെസ്പോൺസിബിലിറ്റി. ഡയറക്ട് സെല്ലിംഗ് ലീഡറുടെ മറ്റൊരു ക്വാളിറ്റി. നമ്മളുടെ കൊടുക്കാൻ തീരുമാനിച്ചു. എന്നോട് അപ്പോയിന്റ്മെന്റ് എടുത്തു.
ആ സമയം യൂട്യൂബിൽ നല്ലൊരു സിനിമ കണ്ട് ഉടനെ യൂട്യൂബ് കണ്ടു, തീർന്നു. ക്ലിയർ? ശരിയല്ലേ? നിങ്ങളുടെ പരാജയത്തിന് ഒരു കാരണം അതാണ്. നിങ്ങൾ നല്ല ഏത് ലീഡറുടെ പരാജയത്തിന് കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് അലൈൻ യുവർ എഫേർട്സ് വിത്ത് യുവർ ഗോൾസ്. ആ ഗോളുമായിട്ട് അതിന് വലിയൊരു കണക്ഷൻ ഉണ്ടാവണം. അടുത്തത് നമുക്ക് വേണ്ട വേറൊരു സ്കില്ല്, നമ്മളുടെ അഭിവൃദ്ധി നമ്മളുടെ ഉയർച്ചയുടെ ഒരു ഗ്രാഫ് ഉണ്ടാക്കണം. മെഷർ യുവർ പ്രോഗ്രസ്. മെഷർ യുവർ പ്രോഗ്രസ്. എന്നതിന് മലയാളം എന്ന് പറഞ്ഞത് നിങ്ങളുടെ പ്രോഗ്രസിനെ നിങ്ങൾ അളക്കണം. എനിക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയറക്ട് സെല്ലിംഗ് ക്വാളിറ്റിയാണ്, ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയാണ്. ഇനി 2 തരം സ്കില്ലുകളാണ് നമുക്കുള്ളത് വ്യക്തികൾക്ക്. അതിൽ ഒരു സ്കില്ലാണ് ഞാനിപ്പോ പറഞ്ഞത്. 2 സ്കില്ല് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അത് പുസ്തകങ്ങളൊക്കെ പറയുന്ന 2 പേരുകളാണ്. എഴുതണം നിർബന്ധമൊന്നുമില്ല. ഒന്ന് ഇന്റർ പേഴ്സണൽ സ്കില്ലും ഒന്ന് ഇൻട്രാ പേഴ്സണൽ സ്കിൽ എന്ന് പറയും. ഇന്റർ പേഴ്സണൽ സ്കിൽ ആൻഡ് ഇൻട്രാ പേഴ്സണൽ സ്കിൽ. അതായത് നിങ്ങളുടെ കഴിവ്, ഇവിടെ ഒരിക്കലും ഇപ്പൊ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്നല്ലല്ലോ ഞാൻ ക്ലാസ് എടുക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം, പ്ലാൻ അറിയാം, അതൊക്കെ നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ്. അതൊക്കെ പഠിച്ച ഒരു ലീഡറുടെ കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത് കേട്ടോ. ആ ലീഡർ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പ്രോബ്ലം സോൾവിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? അതിന്റെ സോഫ്റ്റ് സ്കിൽ എന്നാ പറയാ. അത് ഇന്റർ പേഴ്സണൽ സ്കില്ലാണ്. അതെല്ലാം നേടിയേ പറ്റും. അത് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഞാനിപ്പോ പുഷ്കർ സാറോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമാണ് ഞാൻ ഇത്ര വരെ പറഞ്ഞ കാര്യങ്ങൾ. അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ഇൻട്രാ പേഴ്സണൽ സ്കിൽസ് എന്ന് പറയും. നമ്മുടെ ആന്തരിക മാറ്റത്തിന് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു, അതാണ് ഡയറക്ട് സെല്ലിംഗ് ലീഡേഴ്സ് ചെയ്യേണ്ടതും എന്നാൽ പലരും മറന്നു പോകുന്നതുമായ ഒരു കാര്യമാണ്. അവിടെയാണ് ഞാൻ അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. ആ പ്രാധാന്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിലെ മാറ്റം വരുത്താതെ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ലീഡർ ആവാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ പറ്റില്ല. ഞാൻ ഇത്തരം ആധികാരിക പുസ്തകങ്ങളൊക്കെ നോക്കിയ ശേഷമാണ് പറയുന്നത്. അതിന്റെ കുറെ ഇന്റർവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. കമ്പനികളല്ല, കമ്പനി എന്തായാലും വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്ന കമ്പനികളിൽ ജോയിൻ ചെയ്യും, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിൽ 110% മേലെ കൊടുക്കാവുന്ന മാർക്ക് കൊടുക്കാവുന്ന കമ്പനിയാണ് ഈ ബയോട്ടോറിയം. അതാ കമ്പനി വിസിറ്റ് ചെയ്തവർക്ക് കൂടുതൽ മനസ്സിലാവും. പോട്ടെ, ഞാൻ അതിലൊന്നും പറഞ്ഞില്ല. അവിടെ എന്ത് മാറ്റം അവിടെ വരുത്തണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ മാറ്റം വരുത്തണം. അതിനാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന 4 പോയിന്റുകൾ. അതിനുശേഷം നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, സെൽഫ് അവയർനെസ്. നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയണം. എന്റെ കഴിവുകേടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. എന്നിട്ടോ അവനവന്റെ കഴിവുകേട് മനസ്സിലാക്കുന്നു. എന്നിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കഴിവ് എന്താണെന്ന് മനസ്സിലാക്കണം, കഴിവുകേട് മനസ്സിലാക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് പ്ലാൻ പറയാൻ കഴിയില്ല, അല്ലെ നിങ്ങളുടെ ഒരു ടീമിന് കഴിയുന്നില്ല. നിങ്ങൾ നന്നായി പ്ലാൻ പറയുന്ന ഒരാളെ കൊണ്ടുവന്ന് അവർ ക്ലാസ് കൊടുക്കണം. അത് നിങ്ങളുടെ ഒരു ആക്ഷൻ ആണ്, അത് നിങ്ങളുടെ ഒരു കഴിവാണ്. ചിലവര് പ്ലാൻ പ്രസന്റേഷൻ പറയും, പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാവും, പക്ഷെ വിൽക്കില്ല. അയാൾക്ക് സെയിൽസിന്റെ ട്രെയിനിങ് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ ചിലവർക്ക് ലീഡർഷിപ്പ് ചാലഞ്ചസ് ഉണ്ടാവും, അതിന്റെ ട്രെയിനിങ് കൊടുക്കണം. മൂന്ന് ടൈപ്പ് ആയിരിക്കണം. പക്ഷെ ഒരു കാര്യം, വിത്തൗട്ട് ട്രെയിനിങ് ലോകത്തിൽ ഒരൊറ്റ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളും വിജയിച്ചിട്ടില്ല. അതിന് നിങ്ങൾ സ്വന്തം ഓർഗനൈസേഷൻ ഉണ്ടാക്കി ട്രെയിനിങ് കൊടുക്കാം. നിങ്ങൾക്ക് കൊടുക്കാം, അല്ല നിങ്ങളുടെ ടീം, അത് ഓൺലൈൻ കൊടുക്കാം. ഇപ്പൊ ഞാൻ 238 പേരോട് സംസാരിക്കുന്ന വെറും ഓൺലൈനിൽ എന്റെ വീട്ടിൽ ഇരുന്നിട്ടാ. ഇന്ന് ഈ ടെക്നോളജി ഉപയോഗിക്കൂ, ബൂട്ട് ക്യാമ്പ്സ് വെക്കൂ. കാരണം എപ്പോഴും നിങ്ങളുടെ ബ്രെയിൻ ഇതിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഒന്നും എനിക്കിവിടെ പറയാൻ സമയമില്ല. എപ്പോഴും നമ്മുടെ ബ്രെയിനിൽ ഡയറക്ട് സെല്ലിംഗ് തന്നെ ഉണ്ടാവണം, എങ്കിലേ നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് ലീഡർ ആവും. അത് ഏറ്റവും ടോപ്പ് ലെവലിലെത്തും. രണ്ടാമത്തെ പറയുന്നത് സ്വയം തിരിച്ച്. രണ്ടാമത്തത് വികാര നിയന്ത്രണം, ഇമോഷണൽ റെഗുലേഷൻ. പലപ്പോഴും ലീഡർഷിപ്പിന്റെ ഏറ്റവും വലിയ, ഡയറക്ട് സെല്ലിംഗിന്റെ ഏറ്റവും പ്രശ്നം, വേണ്ടാണ്ട് ചൂടാവും, എന്തൊക്കെയോ വർത്താനം പറയും. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. വികാര നിയന്ത്രണം, പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഉണ്ടാവരുത്, പുഞ്ചിരിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം. അപ്പൊ ഫ്രീക്വൻസിയെ കുറിച്ചൊക്കെ ഞാൻ ചില ക്ലാസ്സിൽ ഇവിടെ അല്ല പറഞ്ഞു. ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി. ചിലവരെ കാണുമ്പോൾ തന്നെ നമ്മൾ ലീഡർഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യും, ആ മനുഷ്യനോട് ചിരിക്കാൻ തോന്നും. ചിലവരെ കാണുമ്പോൾ തന്നെ ഇവന്റെ സ്ഥലം വിടാൻ തോന്നും. ഇതൊക്കെ വലിയ ലീഡർമാർ നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനത്തെ ലീഡർ ആവാതിരിക്കുക. ഇമോഷണൽ റെഗുലേഷൻ. മൂന്നാമത്തത് അച്ചടക്കമുള്ള ആളായിരിക്കണം, സെൽഫ് ഡിസിപ്ലിൻ. വാക്കുകൾ
ഇപ്പൊ മിതം ച സാരം ച വജോഹി വാഗ്മിത പറഞ്ഞാൽ വാക്കുകൾ കറക്റ്റായി പറയാൻ പറ്റണം. പ്രൊഡക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ അതേ പറയണ്ടു. അതിൽ സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ പറയൂ. സാധാരണ ഒരു വീട്ടമ്മയോട് കൊണ്ടുപോയിട്ട് അൾട്രാ ബെറിന്റെ ക്ലാസ് എടുക്കുന്നവരെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിലറിയാമോ ഇതിൽ ക്രാൻബെറി ഉണ്ട്, അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അവരോട് ഇത് അമ്മമ്മ ഇത് കഴിച്ചാൽ നല്ലത് തന്നെ, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ബെൽറ്റ് അല്ലെങ്കിൽ മേ ബി നമ്മൾ ഈ ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉറക്കം കിട്ടും എന്ന് പറയണം. അത്രേ പറയേണ്ടത്. എങ്ങനെ ഉറക്കം കിട്ടും അല്ലെങ്കിൽ എങ്ങനെയാണ് ബയോളജിക്കൽ റെഗുലേഷൻ നടക്കുന്നതെന്ന് പറയേണ്ട കാര്യമില്ല. സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം പറയാം. അതിന് നിങ്ങൾക്ക് സെൽഫ് ഡിസിപ്ലിൻ വേണം. പിന്നെ 4ാമത്തെ പരമപ്രധാനമായ ഗുണം അഡാപ്റ്റബിലിറ്റി ആണ്. അതിന് മലയാളം ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പറ്റണം. അത് ഞാൻ മനോജ് സാറിനെ എപ്പോഴും മോഡൽ ചെയ്യാൻ പറയാറുണ്ട്. ഏത് സ്ഥലത്തും AC-യിലും പോണ്ടി വരും, റോഡ് സൈഡ് വന്നാൽ കിടക്കേണ്ടി വരും. ഏടെ കിടക്കാൻ തയ്യാറാവാത്ത ഒരാൾക്ക് ഡയറക്ട് സെല്ലിൽ ലീഡർ ആവാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന ഒരു വലിയ പ്രപഞ്ചത്തിന്റെ ശക്തിയാണ് നിങ്ങൾ. കാരണം എവിടെയോ കിടക്കുന്ന ഒരാൾക്ക് ഒരു പ്ലാൻ കൊടുക്കുന്നു, അയാൾ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ അത് മുറുകെ പിടിക്കുന്നു, അദ്ദേഹം ഒരു കോടീശ്വരനാവുന്നു. അങ്ങനെയുള്ള 100 കണക്കിന് അനുഭവങ്ങൾ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ഉണ്ടായിട്ട് ഒരിക്കലും ഒരു എംപ്ലോയിക്ക് അത് സാധിക്കില്ല, ഒരു രാഷ്ട്രീയ നേതാവിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ജീവിത വിജയത്തിന് ഞാൻ പറഞ്ഞ വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സമയപരിമിതി കൊണ്ട് ഞാൻ നിർത്തട്ടെ. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. അതുകൊണ്ട് കാരണം എനിക്ക് ഈ പ്ലാറ്റ്ഫോം എത്ര പരിചയം എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അധിക പ്രസംഗമായി തോന്നിയാൽ ക്ഷമിക്കുക. അല്ല, സ്നേഹത്തോടെ ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളെ ഏറെ സ്നേഹിക്കുന്നു. എന്റെ ഏറ്റവും വലിയ ലക്ഷ്യവും ഈ ഓരോ വ്യക്തിയും കോടീശ്വരന്മാരായാൽ അത് ഈ ലോകത്തിനുണ്ടാക്കുന്ന മാറ്റത്തെ കുറിച്ച് മാത്രമാണ്. താങ്ക് യു. ഈ അവസരം തന്നതിന് ഈ IB എൻറ്റയർ ഗ്രൂപ്പിനെ, മനോജ് സാറേ, എന്റെ ഗ്രൂപ്പ് പ്രത്യേകിച്ച് അഭിലാഷ് ഇന്നലെ വിളിച്ചു, മിനീഷ് ഒക്കെ പറഞ്ഞു. നിങ്ങളെല്ലാം ഞാൻ സ്നേഹിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ചില സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ട്രെയിനർ, മോട്ടിവേറ്റർ, നമുക്ക് അഭിമാനിക്കാവുന്ന നമ്മുടെ ആത്മസുഹൃത്ത്, ഒരു സ്നേഹിതനെ പോലെ, ഒരു സഹോദരനെ പോലെ നമുക്ക് എല്ലാവർക്കും സ്നേഹിക്കാൻ പറ്റുന്ന, എപ്പോഴും ഏത് സമയത്തും സംവദിക്കാൻ പറ്റുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രമേശൻ മാഷാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. എല്ലാവരെയും മനസ്സ് തുറക്കുന്ന വലിയൊരു ചിന്ത അല്ലെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും ആദരവും ഈ അവസരത്തിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി അർപ്പിക്കുകയാണ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഇത്രയും തിരക്കേറിയ ഈ സമയത്തും ഒരു പ്രോഗ്രാം ചെയ്യണം എന്ന് പറയുമ്പോൾ നല്ല മനസ്സോടുകൂടി അല്ലെ അത് ഏറ്റെടുക്കുന്ന ഒരു പ്രവണത എപ്പോഴും നമുക്ക് രമേശൻ മാഷിൽ കാണാറുണ്ട്. നമുക്കറിയാം, ഒത്തിരി ട്രെയിനിങ് സെഷൻ സാറ് നമുക്ക് തന്നിട്ടുണ്ട്. ഫിസിക്കൽ ട്രെയിനിങ് തന്നിട്ടുണ്ട്, സൂമിലൂടെ ട്രെയിനിങ് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് അറിയാം. അദ്ദേഹം ഇപ്പോ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനാണ്, ഹെഡ് മാസ്റ്റർ ആണ്. അതിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തായാലും ഈ മെയ് മാസത്തോട് കൂടിയിട്ട് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതോടൊപ്പം ബയോട്ടോറിയത്തിന്റെ ഒരു സന്തത സഹചാരിയായിട്ട് നമ്മളെല്ലാം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ലീഡർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന എനിക്ക് ഉറപ്പുണ്ട്. കാരണം കഴിഞ്ഞ ലാസ്റ്റ് നമ്മുടെ ബോംബെ വിസിറ്റില് അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മളെ പോലെ ഒരു സാധാരണക്കാരനായിട്ട് ഈ പറഞ്ഞ പോലെ എവിടെ കിടന്നുറങ്ങാനും എവിടെ ഇരിക്കാനും അല്ലെ എന്തും സഹിക്കാനും തയ്യാറുള്ളവരാണ് യഥാർത്ഥ ഡയറക്ട് സെല്ലിംഗ് ലീഡേഴ്സ്. അവർ സ്റ്റാർ ഹോട്ടലിൽ താമസിക്കും, ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങും, റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങും, എല്ലാം സഹിക്കാൻ തയ്യാറായിട്ട് വരുന്ന ആളുകൾക്കാണ് ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ കൂടെ സന്തത സഹചാരിയായിട്ട് വരികയും MD ആയിട്ട് നേരിട്ട് സംസാരിക്കുകയും നമ്മുടെ ആ സെഷനിലൊക്കെ സാറിനുണ്ടായ കൊറീസൊക്കെ ചോദിച്ചു മനസ്സിലാക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തപ്പോ സാറിന് എന്തായാലും ബയോട്ടോറിയത്തിനെ കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ആ പിക്ചർ എന്ന് മനോഹരമായ ഒരു ചിത്രം സാറിന്റെ മനസ്സിൽ വരച്ചു തീർക്കാൻ വേണ്ടി ആ അന്നത്തെ യാത്ര സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ കൂടെ തിരക്കുണ്ട്. അദ്ദേഹത്തിന് പല സെഷനൊക്കെ ചെയ്യുന്നുണ്ട്, റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും നമ്മുടെ കൂടെ ഉള്ള സമയങ്ങളിൽ അദ്ദേഹം ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം ഇതുപോലുള്ള ട്രെയിനേഴ്സും ലീഡേഴ്സും ആണ് നമ്മളെ നയിക്കേണ്ടത്. അപ്പൊ അങ്ങനെ നയിക്കുമ്പോൾ നമ്മുടെ യാത്രയിൽ സ്പീഡ് ഉണ്ടാവും അല്ലെ. ഞാൻ എപ്പോഴും പറയും പോലെ ഒരു ലോക്കൽ ട്രെയിനിന്റെ എഞ്ചിൻ കൊണ്ട് നമുക്കൊരു ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാൻ പറ്റില്ല അല്ലെ. ബുള്ളറ്റ് ട്രെയിൻ ഓടണമെങ്കിൽ അതിന്റെ എഞ്ചിൻ വേറെ തന്നെ വെക്കണം. ലോക്കൽ ട്രെയിൻ അത്രേ സ്പീഡ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളെല്ലാം തന്നെ ബുള്ളറ്റ് ട്രെയിനുകളായിട്ട് മാറുന്ന സാഹചര്യം വന്നിരിക്കുന്നു ഈ ജൂലൈ 6 മുതൽ. കാരണം നമ്മുടെ ഇൻകം പ്ലാനിന്റെ അത്രയും വലിയൊരു ബ്ലാസ്റ്റിംഗ് അല്ലെ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ബ്ലാസ്റ്റിംഗ് ആണ് സാഗർ സാറെ അനൗൺസ് ചെയ്തിരിക്കുന്നത്.
ഇന്നൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് ഇല്ലാത്ത രീതിയിലുള്ള വലിയൊരു ഹ്യൂജ് ഇൻകം. അതാണ് ഞാൻ പറയുന്നത്, എപ്പോഴും പറയാം, ലോകം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ മഹാരോഗം എന്ന് പറയുന്നത് ഇല്ലേ, ഇന്ന് ഏറ്റവും വലിയ മഹാരോഗം ക്യാൻസറോ അല്ലെങ്കിൽ ഷുഗറോ വേറെ ഒന്നുമല്ല സുഹൃത്തുക്കളെ. ഏറ്റവും വലിയ മഹാരോഗം എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്. അതിനെ തുളച്ചു നീക്കാൻ പറ്റുന്ന വലിയൊരു അവസരമാണ് നമുക്ക് ബയോട്ടോറിയത്തിലൂടെ തന്നിരിക്കുന്നത്. ഇവിടെ ആ ഇൻകം പ്ലാൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഷോ ദ പ്ലാൻ. അങ്ങനെ പഠിച്ച് വളർന്നു വരുമ്പോൾ നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് വരണം. നിങ്ങളൊരു നല്ല ലീഡർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ഒരു നല്ലൊരു ലീഡർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റീസിനെ കുറിച്ചാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രമേശൻ സാർ ഇത്രയും നേരം നമ്മളോട് സംബന്ധിച്ചത് അല്ലെ. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അതാണ് സാർ പറഞ്ഞത്. ഉത്തരവാദിത്തം ഒളിച്ചോടുന്നവരല്ല ലീഡേഴ്സ്. നെഞ്ചു വിരിച്ച് മുമ്പിൽ നിൽക്കുന്ന, അടിയും ഇടിയും വരുമ്പോ അവിടെ നെഞ്ചു വിരിച്ച് നിൽക്കുന്നവരാണ് നാളത്തെ, ഞാൻ എപ്പോഴും പറയും പോലെ, MLA-മാരും MP-മാരും മന്ത്രിമാരും ഇല്ലേ ആയി മാറുന്നത്. പിറകോട്ട് മാറുന്നവരല്ല ലീഡേഴ്സ്. മുൻപന്തിയിൽ നിൽക്കാൻ തയ്യാറാകണം. അതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ടീമിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അതുപോലെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം. സാർ പറഞ്ഞു കഴിഞ്ഞു ഓരോ കാര്യത്തെ കുറിച്ച് അല്ലെ, എങ്ങനെയാണ് സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ ശത്രുവും മിത്രവും നമ്മൾ തന്നെയാണ് നമ്മൾ പറയാറുണ്ട് അല്ലെ. 32 ഭടന്മാരുടെ ഇടയിൽ ഓടി കളിക്കുന്ന ഒരാളുണ്ട് നമുക്ക് അല്ലെ, നമ്മുടെ നാക്ക് എന്ന് പറയുന്നത് ഇല്ലേ. അവനാണ് നമ്മുടെ ശത്രുവും അവനാണ് നമ്മുടെ മിത്രവും. അത് പ്രയോഗിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്തുണ്ടാവും, നമ്മുടെ ഓരോ ഡിസ്ട്രിബ്യൂട്ടറിന്റെ വീട്ടിന്റെ അടുക്കളയിൽ വരെ നമുക്ക് കയറിയാൽ ചെല്ലാൻ പറ്റുന്നത് നമ്മുടെ ആ നാക്കിന്റെ പ്രയോഗമാണ്. ഈ നാക്ക് പ്രയോഗിക്കുന്നത് ഹൃദയം കൊണ്ടും ആയിരിക്കണം കേട്ടാ. അത് ഹൃദയത്തിൽ ചാലിച്ച് വേണം ആ നാക്ക് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട്. നാക്കിലൂടെ പ്രവർത്തനം ഒന്നും ഹൃദയത്തിന്റെ പ്രവർത്തനം വേറൊന്നും ആകരുത്. അത് രണ്ടും കൂടി ഒന്നായിരിക്കണം എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് ഉന്നതിയിലേക്കും വിജയത്തിലേക്കും എത്താൻ വേണ്ടി സാധിക്കുക. സാറ് വളരെ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മനോഹരമായിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. ഒരാളുടെ ഇടയിൽ ഹൃദയത്തിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ സംസാരത്തിലൂടെയാണ് അല്ലെ. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ നമ്മൾ പറയാറുണ്ട്. ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്ന ആദ്യം നമ്മൾ ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് അല്ലെ, സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ആദരവ് നൽകിക്കൊണ്ട് അല്ലെ വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ പ്രധാനമാണ്. പല പല സ്കില്ലുകളുണ്ട്. ഇതെല്ലാം സാറിന്റെ അടുത്തടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വളരെ കൃത്യമായിട്ട് നമുക്ക് നല്ലൊരു അവബോധം കിട്ടിയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ പല പല സ്കില്ലുകൾ നമുക്കിടെ. ടൈം മാനേജ്മെന്റ് ഇത് മസ്റ്റാണ്. ജീവിതം എന്ന് പറഞ്ഞ ഒറ്റ തവണയുള്ളൂ. ഇന്നത്തെ ദിവസം നാളെ കിട്ടില്ല. അപ്പൊ കൃത്യമായി ടൈം മാനേജ്മെന്റിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ, ടീമിനെ നിയന്ത്രിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ടൈം വെച്ചിട്ട് നമ്മൾ ഗോളുകൾ സെറ്റ് ചെയ്യണം. ഇന്ന് ചെയ്യേണ്ട ജോലി ഇന്ന് ചെയ്തിരിക്കണം. നാളത്തേക്കില്ല. നാളെ എന്നൊരു പറഞ്ഞ വാക്കില്ല. ജീവിതത്തിൽ ഇന്നാണ്, അറ്റ് പ്രസന്റ്, ഈ മൊമെന്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നാണ്, ഉത്തരവാദിത്തോടെ ഏറ്റെടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് വിജയത്തിനുള്ള ഏറ്റവും വലിയ അല്ലെ രഹസ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴാണ് ഈ നിമിഷത്തിൽ നമ്മൾ ആനന്ദത്തോടുകൂടി ജീവിക്കുക. അപ്പൊ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പൊ ചെയ്യണം. ഇന്ന് നിങ്ങൾ ഒരു 100 രൂപയുടെ ബിസിനസ് വെക്കും എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ശോഭമേടെ ഇറങ്ങിയ 200 രൂപയുടെ കച്ചവടം കിട്ടും എനിക്കറിയാം. പക്ഷെ ഇറങ്ങൂല. മനസ്സിലായ? ഇറങ്ങണം. ഇന്ന് ഞാൻ 100, ഇന്ന് കട്ട് ഓഫ് ആണ്. ഇന്ന് കട്ട് ഓഫ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന IDs എല്ലാം നാളെ രാവിലെ പേയ്മെന്റ് വരും. ഇന്ന് ഞാൻ 100 രൂപയുടെ ബിസിനസ് വെക്കുന്ന പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും സാധിക്കും. രണ്ടുപേരെ കണ്ടാൽ പോലെ നമ്മൾ ഈ പ്രൊഡക്ട്സിനെ കുറിച്ച് കൃത്യമായി രാവിലെ ഉച്ചവരെ ഒരു സ്ഥലത്ത്, ഉച്ചയ്ക്ക് ശേഷം ഒരു സ്ഥലത്തുക, അപ്പത്തിന് അവിടെ നിന്ന് ID അടിക്കുക. ഇന്ന് 100 രൂപ വെച്ചാൽ 4000 നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. അതാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അത് കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് വലിയൊരു ലീഡർഷിപ്പിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വായനയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഉത്തേജനവും അറിവും അല്ലെ, ഇൻഫ്ലുവൻസും ഒക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന അറിവുകൾ കിട്ടുന്നത് വായനയിലൂടെയാണ്. സമയം കിട്ടും. നിങ്ങൾ ഒരു പുസ്തകം മുഴുവൻ ഒരു ദിവസം വായിക്കണ്ട. ഒരു ദിവസം ഒരു പേജ് വായിക്കേ. സാർ ഇവിടെ കുറെ പുസ്തകങ്ങൾ ഒരു പേജ് വായിക്കാൻ തയ്യാറാവും. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു പേജ് വായിക്കേ. 365 ദിവസം കൊണ്ട് ഒരു പുസ്തകം വായിക്കാറോ അല്ലെ. 2 പേജ് വായിക്കും. പിന്നെ നിങ്ങൾ 1 എന്നുള്ളത് 2ലേക്കും എല്ലാം അറിയാതെ പോകും. നമ്മള് 3 പേജിലേക്ക് പോകും അല്ലെ. പഠിക്കുന്ന സമയത്ത് വായിച്ചിട്ടില്ല സാറേ, ഇനി ഇപ്പാണ് വായിക്കാൻ നിൽക്കുന്നത് അല്ലെ. അപ്പോ പഠിച്ചിട്ടൊന്നും നേടിയില്ലോ നമ്മള്. രമേശ മാഷ കാര്യമല്ല പറഞ്ഞിട്ടോ, നമ്മളെ കാര്യം പറഞ്ഞത്. നമ്മളൊക്കെ നേടാത്ത കൊണ്ടാണല്ലോ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത് അല്ലെ. ഈ അവസരത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പ്രതിസന്ധികളെ വിജയമാക്കി മാറ്റുക എന്നുള്ളതാണ്. എന്റെ കാര്യം എല്ലാവർക്കും അറിയാം. ഈ പ്രതിസന്ധികളാണ് എന്നെ വിജയത്തിലേക്ക് എത്തിച്ചത്. ആരോ എവിടെയോ പരിചയമില്ലാത്ത ഒരു ശശി സാറ് എന്റെ ചെറിയൊരു അല്ലെ ആത്മബന്ധമുള്ള എന്റെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ അത് കേൾക്കാൻ പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ഈ അവസ്ഥാവിശേഷം നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥം നിർത്തുകയാണ്. ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ലീഡർ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കണം, എന്റെ ലീഡർ ഞാനാണ്. മനസ്സിലായ? ആരാണ് നിങ്ങളുടെ ലീഡർ അല്ലെ? ഞാനാണ് എന്റെ ലീഡർ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മനോജിന്റെ പേരല്ല പറയാൻ പറഞ്ഞു കേട്ടാ, നിങ്ങളുടെ പേര് പറയാം. നിങ്ങളാണ് എന്റെ ലീഡർ, ഞാനാണ് എന്റെ ലീഡർ അല്ലെ. ശോഭയാണെങ്കിൽ ശോഭയാണ് എന്റെ ലീഡർ അല്ലെ. സുസമ്മയാണെങ്കിൽ സുസമ്മയാണ്, ഞാനാണ് എന്റെ ലീഡർ.
എന്താ നിങ്ങൾക്ക് പ്രശ്നം, എന്ത് പ്രതിസന്ധി ഉണ്ട്, എല്ലാത്തിനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും 24 hours. എവിടെ വേണം അവിടെ ഇപ്പൊ പോവാം, ഇത് രാത്രി പോകണോ, റെഡി, ഞാനിപ്പം തയ്യാറാണ് എവിടെ പോവാൻ, അല്ലേ? ആ രീതിയിലുള്ള ഒരു നല്ലൊരു കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുമെങ്കിൽ വലിയൊരു അത്ഭുതം നമുക്ക് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ബയോട്ടോറിയത്തിലൂടെ കേരളത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരു ആരോഗ്യ കേരളത്തെയും സാമ്പത്തിക കേരളത്തെയും നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നാളെ കോഴിക്കോട് BOP ആണ്. മുഴുവൻ ലീഡേഴ്സ് അവിടെ എത്തണം. അവിടെ എന്തായാലും നല്ലൊരു പ്രോഗ്രാമാണ് നാളെ നടക്കുന്നത്. ഈ പ്ലാൻ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് എല്ലാവരും പരമാവധി ഗസ്റ്റുകളുമായിട്ട് ആ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തുക. ഓരോ പ്രോഗ്രാം സെന്ററുകളുമാണ് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനാണ് ലീഡർ എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി വിജയാശംസകളോടെ ഒരിക്കൽ കൂടി നമ്മുടെ രമേശൻ സാറിന് നമ്മുടെ കേരള വേട്ടത്തിന്റെ ഒരു നല്ലൊരു കൺഗ്രാജുലേഷൻ നേർന്നുകൊണ്ട് നല്ലൊരു ബിഗ് ക്ലാപ്പ് കൊടുക്കുക, എല്ലാവരും ഡിജിറ്റൽ ക്ലാപ്പ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം അവിടെ കൺക്ലൂഡ് ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ നിങ്ങളെ വിജയിപ്പിക്കുന്നതിനുള്ള ഒരു ആവേശവും ഊർജ്ജവും മനസ്സും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്.